السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. فقد قال النبي صلى الله عليه وسلم: اتق المحارم تكن أعبد الناس. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. വിശിഷ്ടരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സംഘാടകർ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഅ്മിൻ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ആഖിറത്തിൽ ഉപകാരമുള്ള ഒരു സംഗമമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പറയാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരണപ്പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മോമിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്, പ്രതിഫലത്തിൻ്റെ ലോകം ആരംഭിക്കുന്നത് മരണത്തോടുകൂടിയാണ്. അത് നമുക്ക് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ജീവിതവും മരണവും പറയുമ്പോൾ അള്ളാഹു ആദ്യം മരണത്തെ പറയുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. ഇവിടെ അല്ല പ്രതിഫലത്തിൻ്റെ ലോകം. ഇവിടെ ഏത് കോടതി വന്നാലും പൂർണ്ണമായ ഒരു നീതി എല്ലാ വിഷയത്തിലും കൊണ്ടുവരൽ അസാധ്യമാണ്. ഉദാഹരണത്തിന്, ഇവിടെ പരീക്ഷാ സെൻറ്റർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഡിഗ്രിയുടെയോ PGയുടെയോ ഹയർ സെക്കൻഡറിയുടേതോ. 10 മണിക്ക് പരീക്ഷ ആരംഭിക്കുന്നു. ആ പരീക്ഷാ സെൻ്ററാകുന്ന കെട്ടിടത്തിൻ്റെ മതിലിൻ്റെ അപ്പുറത്തുള്ള ഒരു പെൺകുട്ടി 9:58 വീട്ടിൽ നിന്നിറങ്ങി 9:59 എക്സാം ഹാളിലെത്തി 10 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തു. അതേസമയം അതേ കുട്ടിയുടെ ബെഞ്ചിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു പെൺകുട്ടി 25 കിലോമീറ്റർ അപ്പുറത്താണ് ആ കുട്ടിയുടെ നാട്. ആ കുട്ടിയുടെ വീട്ടിലാണെങ്കിൽ വാപ്പ മരിച്ചു, ഉമ്മ മാത്രം. ഉമ്മക്ക് അസുഖമുണ്ട്, കാലം കുറേയായി. ആ ഉമ്മക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും ചെയ്ത് വസ്ത്രം അലക്കി നാസ്ത റെഡിയാക്കി ഉച്ചഭക്ഷണം സെറ്റാക്കി രാവിലെ 4:30 ഉണർന്ന് 5:30 വരെ പഠിച്ചു. അങ്ങനെ അധ്വാനങ്ങൾ മുഴുവനും കഴിഞ്ഞിട്ടാണ് 9:59 ഇവിടെ എത്തിയത്. ഈ 2 കുട്ടികൾക്കും റിസൾട്ട് അവരെഴുതിയതുപോലെ ഇവിടുത്തെ വിദ്യാഭ്യാസ ബോർഡിന് കൊടുക്കാൻ കഴിയും. അത്രേ നടക്കൂ. അവർ വന്ന വഴിയിൽ കഷ്ടപ്പാടുണ്ടോ ഇല്ലയോ എന്നൊന്നും ഉണ്ടാവില്ല. അത്രേ ഇവിടെ നടക്കുള്ളൂ. അതേ പോസിബിളാവുള്ളൂ. അതവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ പരലോകത്തങ്ങനല്ല. അജുറുക്കി അലാ ഖദരി നസബക്കി. ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ആയിഷു, അധ്വാനത്തിനനുസരിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ അടുത്തുള്ള പ്രതിഫലം.
റമദാനിൽ അയാൾ പുരുഷനാണ്, തറാവീഹ് നിസ്കരിക്കുന്നു, മറ്റു സുഹൃതങ്ങൾ ചെയ്യുന്നു, അയാൾക്ക് സമയങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പരമാവധി സമയങ്ങൾ അയാൾക്ക് ഉപയോഗിച്ച് ഒരുപാട് ഖത്മുകൾ ഓതി തീർക്കാൻ പറ്റും. അയാൾ ഓതി തീർത്തത് ഒരു ഖത്മാണ് ഓതി തീർത്തത്. അയാളുടെ ഭാര്യ റമദാന്റെ കുറച്ചു കാലം മുന്നേ പ്രസവിച്ച് എഴുന്നേറ്റിട്ടേ ഉള്ളൂ. കുട്ടിക്ക് പാല് കൊടുക്കുന്നു. അതുപോലെ ഓപ്പറേഷൻ ആയതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ശരീരത്തിനുണ്ട്. അടുക്കളപ്പണി, വീട്ടുജോലി, മറ്റു മക്കളെ തർബിയത്ത് നടത്തേണ്ട ജോലികൾ ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ നോമ്പ് പരമാവധി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മക്കളെ സ്കൂളിലേക്കുന്നു. അങ്ങനെ എല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ പാവം കഷ്ടപ്പെട്ട ഒരു ഖത്മ് ഓതി തീർത്തിട്ടുണ്ട്. അവരുടെ ഫാമിലി ഖുർആൻ കൂടുതൽ ഓതി തീർത്തവർക്ക് ഒരു ഗിഫ്റ്റ് പ്രഖ്യാപിച്ചാൽ രണ്ടാക്കും തോനോ ബറാബർഹേ അത്രേ ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആഖിറത്തിലെത്തുമ്പോൾ ആ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന കൂലി അല്ല ഒരിക്കലും ആണിനുണ്ടാവും. ആണിന് കുറവായിരിക്കും. അജ്റുക്കി അലാ ഖദരി നസബക്കി. ഇവിടെ അധ്വാനത്തിന്റെ ലോകമാണ്. അൽ യൗമ അമലുൻ ഗദൻ ജസാഉൻ. ഇവിടെ പണിയെടുക്കേണ്ട ലോകമാണ്, അധ്വാനത്തിന്റെ ലോകമാണിത്. ഗദൻ ജസാഉൻ, ആഖിറമാണ് പ്രതിഫലത്തിന്റെ ലോകം. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ എത്ര ഇബാദത്തെടുത്താലും ഇവിടുന്ന് രോഗം വന്നാൽ അവർ ഒരിക്കലും ടെൻഷൻ ആവുന്നില്ല. എത്ര ചൊല്ലിയിട്ട് ബിസിനസ് ആരംഭിച്ചിട്ട് ബിസിനസ് ഡള്ളായാലും ഫിനാൻഷ്യലി ക്രൈസിസ് വന്നാലും അവർ വിഷമം ആവുന്നില്ല. എന്തുകൊണ്ട്? അവർക്കറിയാം ഇതല്ല യഥാർത്ഥ ലോകം എന്ന്. നമ്മുടെ ലോകം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് മരണത്തോടുകൂടിയാണ് എന്ന തിരിച്ചറിവുള്ളവരാണ് മോമിനീങ്ങൾ. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് പറയാൻ കൂടിയാണ് ലക്ഷക്കണക്കിന് അമ്പിയാക്കളെ അല്ലാഹു ഇങ്ങോട്ടേക്ക് അയച്ചത്. ആ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കുകൂട്ടാണ് നമ്മൾ ഓരോരുത്തരും അനുദിനം ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മളിൽ ഉണ്ടാവേണ്ടത്. അതാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഹാഫിദ് ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് എഴുതി വെക്കുന്നത് കാണാം. ഒരാൾ മരണപ്പെട്ടാൽ നാട്ടുകാർ ചോദിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ സ്വത്തൊക്കെ ഉണ്ടോ? 2 മക്കളും കൂടി ഉണ്ടല്ലോ അല്ലേ കെട്ടിക്കാൻ, സ്വത്തൊക്കെ ഉണ്ടോ പാവത്തിന്? അങ്ങനെയാ നാട്ടുകാർ ചോദിക്കുക. എന്നാൽ മലക്കുകൾ ചോദിക്കുന്നത് എന്തായിരിക്കും? ആഖിറത്തിലേക്ക് എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ട് തന്നെയാണോ മൂപ്പര് മരിച്ചത്? അവരതാണ് നോക്കുക. നാട്ടുകാരുടെ വർത്തമാനമല്ല അവര് നോക്കുന്നത്. ആകയാൽ ആ ജീവിതത്തിനു വേണ്ടി നമ്മൾ അധ്വാനിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ എല്ലാം അയാളുടെ എല്ലാം തീർന്നു, ഇനിയൊന്നും കിട്ടാനില്ല. അയാൾക്ക് ഇനി ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാനുള്ള ചാൻസ് ഇല്ല. അയാൾക്ക് ഇനി ഒരു സ്വലാത്ത് ദിക്ർ ചൊല്ലാനുള്ള ബക്കറ്റ് കളക്ഷൻ നടത്തുമ്പോൾ 10 രൂപ ഇടാൻ പോലും അയാൾക്ക് ഇനി അവസരമില്ല. എല്ലാം കഴിഞ്ഞു. ഇല്ലാ മിൻ സലാസ്, അയാൾ നേരത്തെ ചെയ്തു വെച്ച 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ 3 കാര്യങ്ങളുടെ അമലുകളുടെ കൂലി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത് എവർലാസ്റ്റിംഗ് പ്രോഫിറ്റ് ആണ്. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, നിലച്ചു പോവാത്ത കൂലിയാണ് അവർക്കുള്ളത്. അതേതാണ് 3 കാര്യം? ഒന്ന്, സ്വദഖത്തുൻ ജാരിയ, ജാരിയായ സ്വദഖ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം കണ്ടെത്തേണ്ട ഒരു ഏരിയയാണത്. ബുദ്ധിയുള്ളവരെല്ലാം
അത് ചെയ്തു വെച്ചു പോയിട്ടുണ്ട്. സ്വതക്കത്തുൻ ജാരിയ, എന്നെന്നും കൂലി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വതക്ക. അത് വഖഫാവാം, പള്ളിക്ക് സഹായിക്കലാവാം, മദർസ എടുപ്പിക്കുന്നതാവാം, ജാമിഅ നുസ്രത്ത് പോലുള്ള നമ്മുടെ സ്ഥാപനങ്ങളെ ഹെൽപ്പ് ചെയ്ത് കൂടെ നിന്ന് തക്കാഫുലേറ്റെടുത്ത് അതിനെ ചേർത്തു പിടിക്കുന്നതാവാം. അതാണ് സ്വതക്കത്തുൻ ജാരിയ. ഖബറിൽ ഏറ്റവും കൂടുതൽ വെളിച്ചമുള്ള ഒരു അമലാണ് സ്വതക്ക എന്ന് പറയുന്നത്. ഖബറിനെ കുറിച്ച് പറയുന്ന സർവ്വ ഗ്രന്ഥങ്ങളും ഖബറിൽ നിന്ന് അഥവാ ഖബറിന്റെ ഭയാനകതകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി പറയുമ്പോൾ ആ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ സ്വതക്ക പറയാത്ത ഒരൊറ്റ കിതാബ് ഉണ്ടാവില്ല. സ്വതക്ക ളിയാ ആണ്, പ്രകാശമാണ്. ഇരുട്ടുള്ള ലോകമാണ് ഖബർ, പുഴുക്കളുടെ ലോകമാണ് ഖബർ, ഏകാന്തതയുടെ ലോകമാണ് ഖബർ. ആ ഖബറിൽ വെളിച്ചമായിട്ടുണ്ടാവുക സ്വതക്കയായിരിക്കും. സ്വതക്ക തന്നെ പലതരത്തിലും ഉണ്ട്. അതാണ് ഈ ഹദീസ് സ്പെസിഫൈ ചെയ്ത് പറയണത് സ്വതക്കത്തുൻ ജാരിയ, എന്നെന്നും നിലനിൽക്കുന്ന സ്വതക്ക നമ്മളിൽ ഉണ്ടാവണം. ഉദാഹരണം പറഞ്ഞാൽ സ്വതക്കയുടെ കൂലി 5 തരത്തിലാണ്. ഒന്ന്, ആരോഗ്യമുള്ള ഒരാൾക്ക് സ്വതക്ക കൊടുത്താൽ അതിന് 10 ഇരട്ടി കൂലിയാണ്. രോഗമുള്ള ഒരാൾക്ക് സ്വതക്ക കൊടുത്താൽ അതിന് 70 ഇരട്ടി പ്രതിഫലമാണ്. കുടുംബക്കാരായ ആൾക്കാർക്ക് സ്വതക്ക കൊടുത്താൽ അതിന് 900 ഇരട്ടി പ്രതിഫല. വാപ്പക്കും ഉമ്മക്കും സ്വതക്ക നൽകിയാൽ അതിന് 1,00,000 ഇരട്ടി പ്രതിഫല. ഇൽമിന്റെ വഴിയിൽ സ്വതക്ക നൽകിയാൽ തീർച്ച അതിന് 9,00,000 ഇരട്ടി പ്രതിഫലമാണ്. അതെന്താ ലാസ്റ്റത്തിന് ഇത്രയും കൂലി ഉണ്ടാവാനുള്ള കാരണം? അത് ഒരു മുത്താലിമിന് നമ്മൾ 500 രൂപ കൊടുത്തിട്ട് പറയാ, മോനെന്താ ഓതുന്നേ? ഫത്തുൽ മൊയിൻ ഓതി കഴിഞ്ഞു. ഇനി എന്താ പരിപാടി? മഹല്ലി ആരംഭിക്കണം എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, അഥവാ കൻസുർ റാഗിബീൻ. ഓക്കെ, ഈ ക്യാഷ് മോനെ കിതാബ് വാങ്ങാൻ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ സ്വതക്ക കൊടുത്താൽ ആ കുട്ടി ആ മഹല്ലി എന്ന ഗ്രന്ഥം വാങ്ങും. അത് വാങ്ങിയിട്ട് അവൻ ഓതിപ്പടിക്കും. പിന്നീട് അവൻ മുദരിസാവുന്നു. ആ കിതാബ് വെച്ച് അവൻ ഓതിക്കൊടുക്കുന്നു. 1000-ങ്ങൾക്ക് 10,000-ങ്ങൾക്ക് പ്രകാശം ലഭിക്കാൻ ആ കുട്ടിയുടെ ആ ഗ്രന്ഥം കാരണമാകുന്നു. വേറെന്ത് വേണം? ഈ കൂലി വേറെ എവിടുന്നാ കിട്ടുക നമുക്ക്? സ്വതക്കത്തുൻ ജാരിയ. സ്വതക്കത്തുൻ ജാരിയ അത് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട ഒരു പദമാണ്. നുബുവത്തിന്റെ നാവ് കൊണ്ട് വന്ന ആ പദം സ്വതക്കത്തുൻ ജാരിയ. ഞാൻ മരിച്ച് എൻ്റെ ഖബർ എന്ന മണ്ണറയിലേക്ക് പോകുമ്പോൾ ആ മണ്ണറ മണിയറയാക്കി തരാൻ എനിക്കിവിടെ സ്വതക്കകൾ ഉണ്ടോ? ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന ഒരു ഏരിയയാണ് ഇൽമിന്റെ മേഖലയിൽ നൽകുന്ന സ്വതക്ക. അത് നമ്മളിൽ ഉണ്ടാവണം. ഇപ്പൊ ഒരു ബക്കറ്റ് ഇങ്ങനെ വരികയാണെന്ന് വിചാരിക്കുക. നമ്മൾ പോക്കറ്റിൽ കൈ ഇട്ട സമയത്ത് 500 രൂപയാണ് നമ്മുടെ വിരലിന്റെ ഇടയിൽ കുടുങ്ങിയതെങ്കിൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ഇന്നാലില്ലാഹിയോ ഇന്നാലില്ലാഹി. ബക്കറ്റില്ല 500. ഒരു നാണക്കെടില്ലടാ. അത് മാറ്റിയിട്ടൊരു 100-ലേക്ക് എത്തിയാൽ ഇന്നാലില്ല ഫുള്ള് എല്ലൂല, ഇന്നാലില്ല പകുതി എല്ലു, ഹാഫ്. പിന്നെ 10. പണ്ട് നോട്ട് നിരോധിക്കും മറന്നുപോയ ഒരു നോട്ടായിരുന്നു 10. അതെടുത്തിട്ടുണ്ട്. വയലിന്റെ ലാസ്റ്റ് ഉസ്താദോ തങ്ങളോ ചോദിക്കുന്നു, ഒരു 500 രൂപ തരാൻ പറ്റുന്ന ഒരു 50 ആൾ കൈ വെക്കേ. അപ്പോൾ അയാൾ കൈ വെക്കും. അതെന്താ ബക്കറ്റിൽ ഇടാതിരുന്നത്? ബക്കറ്റിൽ 500 ഇട്ടാൽ ഒരു ഗുമ്മ ഇട്ടോ, ബക്കറ്റായിട്ട് പൊട്ടിയാലോ? വെറുതെ ആലോചിക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. നിങ്ങളെപ്പറ്റി പറയുന്നതല്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. വെറുതെ ആലോചിച്ചു, ആരും കാണാതെ അങ്ങനെ സ്വതക്ക ചെയ്താലോ? മഹാന്മാര് സ്വതക്ക ചെയ്യുമ്പോൾ ആരും അറിയരുത് എന്ന് കരുതിയിട്ട് അവരെന്താ ചെയ്യലെന്നറിയോ?
പാതിരാത്രി, വളരെ ഇരുട്ടുള്ള രാത്രി പണത്തിൻ്റെ സഞ്ചിയായിട്ട് നടക്കും. ആരെങ്കിലൊക്കെ നിഴൽ അല്ലെങ്കിൽ ആളനക്കം അനുഭവിച്ചാൽ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് വരും. എന്തിന്? വാങ്ങിയ ആള് അറിയണ്ട ആരാണ് തന്നത് എന്ന്. ചില മഹാന്മാര് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതെന്താ ചെയ്യുക? പാവപ്പെട്ടവർ അവരുടെ ഷോപ്പിലേക്ക് വന്നാൽ വളരെ ചെറിയ വിലക്ക് ആ സാധനം കൊടുക്കും. യഥാർത്ഥത്തിൽ അത് 500 രൂപൻ്റെ വസ്തു ആയിരിക്കും, എന്നാലും ഒരു 100 രൂപ കൊടുക്കും. മനസ്സിൽ അള്ളാഹുവിനോട് ഒരു മെസ്സേജ് വിടും, 400 സ്വതക്കയാണ്, സ്വീകരിച്ചേക്കണേ റബ്ബേ. കണ്ടോ, ഒരാളും അറിയാത്ത സ്വതക്ക. എന്നാൽ മറ്റു ചില മഹാന്മാർ ചെയ്യുന്ന പരിപാടി എന്താ? പാവപ്പെട്ടവർ നടത്തുന്ന ഷോപ്പ്, അവിടെ പോയിട്ട് സാധനം പർച്ചേസ് ചെയ്യും. എന്താ വില ഇതിന്? 100. ഇതൊന്നും പോരാലോ, വെറുതെ എനിക്കായതുകൊണ്ട് റെഡ്യൂസ് ചെയ്തല്ലേ. 500 രൂപ കൊടുത്തിട്ട് പറയും 500 തന്നെ പോരാന്നറിയാം, പൊരുത്തപ്പെടുമല്ലോ അല്ലേ. പക്ഷെ ഉള്ളിൽ അള്ളാഹുവിനൊരു മെസ്സേജ് വിടും, 400 സ്വതക്കാണ്, സ്വീകരിക്കുമല്ലോ. കണ്ടോ കണ്ടങ്ങള്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ബാക്കി വെക്കേണ്ട ഒരു അമലാണ് സ്വതക്കത്തുൻ ജാരിയ. അതിന് വഖഫ് എന്ന് വിളിക്കാം, ഒരു പ്രത്യേക ഏരിയയിലുള്ള ഇബാദത്തിന്. ചിലപ്പോൾ വേറെ ഒരു വഴിയിലായിരിക്കും, വഖഫായിരിക്കണം എന്നില്ല. ഈ ഹദീസ് ചർച്ച ചെയ്യുമ്പോൾ മഹാന്മാർ എഴുതി വെക്കുന്നുണ്ട്, മരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഇവിടെ ബാക്കി വെക്കണം. നേരത്തെ അലി ബാക്കവി ഉസ്താദ് സൂചിപ്പിച്ച പോലെ ഒരു ഉമ്മ മക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ജാമിഅ നുസ്രത്തിന് വേണ്ടി ഒരു ചെയിൻ, സ്വർണ്ണ ചെയിൻ ഇവിടെ ഏൽപ്പിച്ചു. കണ്ടോ, ആ ഉമ്മക്ക് പിന്നെ ടെൻഷൻ അടിക്കണോ? ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, കുറച്ചുകൂടി സമയം തരാവോ, ഫഅസ്വദഖ്, ഞാൻ സ്വതക്ക ചെയ്യാൻ. എന്തിന്? സ്വതക്ക ചെയ്തിട്ടല്ലേ പോരുന്നത്, പിന്നെ എന്തിനാ ടെൻഷൻ? സ്വതക്ക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാവും ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഇബാദത്താണ് എന്ന്. അത് മനസ്സിലായി തുടങ്ങൽ മരിക്കുന്ന ആ സമയം മുതലാണ്. നമ്മൾ ഈ കെട്ടിപ്പൂട്ടി വെക്കുന്ന സ്വർണമായാലും പണമായാലും നമ്മൾ മയ്യത്തായി കഴിഞ്ഞാൽ ഉമ്മാന്റെ ചെവിയിലുള്ള ഈ സ്വർണം മുഴുവനും ആൾക്കാർ അഥവാ അനന്തരാവകാശികളും അല്ലാത്തവരും ഇങ്ങനെ എടുക്കും. ലാസ്റ്റ് ഒരു വറ്റ് ചെറിയൊരു പൊന്ന് ചെവിയിലുണ്ട്, അതെടുക്കാൻ ഒരു തരവും ഇല്ലെങ്കിൽ അതിൻ്റെ വിദഗ്ധന്മാരെ വിളിച്ചിട്ട് ചെറിയ ചെറിയ പൈപ്പോ ഇരുമ്പിൻ്റെ എന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ചിട്ട് എടുക്കും. ചെവി മുറഞ്ഞാലും അതെടുക്കാണ്ടൊന്നും ഒരു മനുഷ്യൻ വിടൂല. ഉമ്മാമ പാവമല്ലേ, കുറേ സ്വർണ്ണം ഏതായാലും നമുക്ക് അനന്തരമായിട്ട് കിട്ടിയല്ലോ, അസ്വർണ്ണം ഉമ്മാമക്ക് എടുത്തോട്ടെ എന്ന് ഒരു മനുഷ്യനും ചിന്തിക്കൂല. നമ്മുടെ ഖബറിലേക്ക് വേണമെങ്കിൽ നമ്മൾ ബുദ്ധിയോടെ പണിയെടുത്ത് സ്വതക്ക ചെയ്യേണ്ട ഏരിയകൾ കണ്ടെത്തി ചെയ്യണം. ഈ ഹദീസിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഉപകാരപ്പെടുന്ന ഇൽമ്. അത് ഏത് തരത്തിലും ആവാം. ഇൽമ് പഠിക്കുന്നു, അത് സ്വന്തം ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുന്നു. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തുമാറാവട്ടെ. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. അത് ഖബറിൽ ഏറ്റവും കൂടുതൽ വെളിച്ചമായ ഒരു കാര്യമാണ്. ഹദീസിൽ കാണാം, ഖബറിൽ ലൈറ്റ് കത്തിച്ചു കൊടുക്കുന്ന, വിളക്ക് സംവിധാനിക്കുന്ന 2 വിഭാഗം. ഒന്ന് ഇൽമു പഠിക്കുന്നവർ, മറ്റൊന്ന് ഇൽമു പഠിപ്പിക്കുന്നവർ. ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹു ആ ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോൾ പറഞ്ഞു, അലൽ ഹഖീഖ, ഖബറിൽ വെളിച്ചം എന്ന് പറഞ്ഞാൽ ആലങ്കാരിക പ്രയോഗമല്ല, അവിടെ അള്ളാഹു ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നതാണ്. മുഅ്മിനീങ്ങൾക്ക് അത് വിശ്വസിക്കാൻ എന്താ നാണക്കേടും മടിയും? ഒന്നുമില്ല. അള്ളാഹു നമ്മുടെയും നേരത്തെ മരണപ്പെട്ടു എന്ന് വിവരം പറഞ്ഞല്ലോ, അവരുടെ ഒക്കെ ഖബർ വിശാലമാക്കുമാറാവട്ടെ. മൂന്നാമത്തെ ഒരു വിഭാഗമാണ് സ്വാലിഹീങ്ങളായ മക്കൾ. മക്കൾ സ്വാലിഹീങ്ങളായാലുള്ള മെച്ചം എന്താ? ആ ഉപ്പാക്കും ഉമ്മാക്കും ധൈര്യമായിട്ട് പോയിട്ട് ഖബറിൽ കിടക്കുക, ഒട്ടും പേടിക്കാനില്ല. കാരണം ആ ഖബർ വെളിച്ചമാക്കാൻ മക്കളുടെ കയ്യിൽ സംവിധാനങ്ങൾ ഉണ്ട്.
സ്വാലിഹായ മക്കളാകുമ്പോൾ സ്വാഭാവികമായിട്ടും യദ്ഉ ലഹു, ഉപ്പക്കും ഉമ്മക്കും ദ്വാരക്കും. ദ്വാരന്നിട്ടില്ലെങ്കിലും മക്കൾ ചെയ്യുന്ന എല്ലാ നന്മകളും ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഖബറിലെത്തും. പിന്നെ സ്വാലിഹായ മക്കളാവുമ്പോൾ സ്വാഭാവികമായിട്ടും ദ്വാരക്കുമല്ലോ എന്ന അർത്ഥത്തിൽ ആ ഹദീസിൽ പറഞ്ഞതാണ്. ഈ ഹദീസാണ് ഇന്നത്തെ വഅദിൻ്റെ വിഷയം. വളരെ കുറഞ്ഞ സമയം സയ്യിദ് അവറുകൾ വരുന്നവരെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. ഈ ഹദീസിൽ പറഞ്ഞ 3 കർമ്മങ്ങളും അഥവാ ജാരിയായ സ്വതക്ക, നാഫിയായ ഇൽമ്, സ്വാലിഹീങ്ങളായ മക്കൾ, ഇത് 3 ഒറ്റയടിക്ക് കിട്ടുന്ന ഒരു വിഭാഗമാണ് ഉസ്താദുമാർ. എന്തുകൊണ്ട്? ഈ സ്ഥാപനത്തിലെ മുദരിസായ ഒരു ഉസ്താദ് തൻ്റെ ശിഷ്യന്മാരാവുന്ന കുട്ടികൾക്ക്, മക്കൾക്ക്, മുത്തഅല്ലിമീങ്ങൾക്ക് ഫത്ഹുൽ മുഈൻ ഉദാഹരണത്തിന് ദർസ് നടത്തി കൊടുക്കുകയാണ്. 1 മണിക്കൂർ ദർസ് കഴിഞ്ഞ ഉസ്താദിന് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉസ്താദ് 1ാമത്തെ കർമ്മം ഏതായാലും ചെയ്തു, ജാരിയായ സ്വതക്ക. എന്തുകൊണ്ട്? ലിഅന്ന തഅലീമൽ ഇൽമി സ്വതക്കത്തുൻ ജാരിയ. ഏറ്റവും വലിയ സ്വതക്കയാണ് ഇൽമ് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതേതായാലും he has got, ഉസ്താദിന് കിട്ടി. 2 എന്താ പറഞ്ഞത്? ഔ ഇൽമു യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ ഇൽമ്. ഓഹോ, ഉറപ്പല്ലേ? ഉസ്താദ് എത്രയോ കാലം മുമ്പ് ഓതിയ ഫത്ഹുൽ മുഈൻ 100 കണക്കിന് ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കലോടുകൂടി ഉസ്താദിന്റെ ഇൽമു നാഫിയായില്ലേ? 2 ആയി. 3ാമത്തത് സ്വാലിഹീങ്ങളായ മക്കൾ. ഉറപ്പല്ലേ? ഈ ശിഷ്യന്മാർ മുഴുവനും ബിമൻസിലത്തി ഔലാദി സ്വാലിഹീന അല്ലദീന യദ്ഊന ലഹു, ഉസ്താദിന് ദ്വാരക്കുന്ന സ്വാലിഹീങ്ങളെ മക്കളെ സ്ഥാനത്തല്ലേ? അതെ. അപ്പോൾ ഒരു ആലിമിന് ഈ പറഞ്ഞ ഹദീസ് ഒറ്റ ദർസിലൂടെ, ഒരൊറ്റ ക്ലാസ്സിലൂടെ ലഭിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്, ഇൽമ തന്നെ. അതുറപ്പല്ല. അത് ഭൗതിക വിജ്ഞാനായാലും അങ്ങനെ തന്നെയല്ലേ? 2010 നമ്മുടെ പരിസരത്തുള്ള BEd കോളേജിൽ ഒരു സ്ത്രീ ജോലിക്ക് ജോയിൻ ചെയ്തു. എന്തായിട്ട്? സ്വീപ്പറായിട്ട്, അടിച്ചു വരുന്ന ആളായിട്ട്. ആ പെണ്ണുങ്ങളുടെ സാലറി എത്ര അന്ന്? 5000. ഇപ്പം എത്ര വർഷമായി? ഏകദേശം 15 വർഷം ആവാറായി. 2024 ആയി, 2025 എത്തുമ്പോൾ 15 വർഷം. ഇപ്പം അവരുടെ സാലറി എത്ര? 10,000 പ്ലസ് അത്രേ ആയിട്ടുള്ളൂ. സർവീസ് ചാർജൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ആകപ്പാടെ ഇങ്ങനെ ചെറുതും 100-200 കൂടിയിട്ട് ഇപ്പം ആയത് 10,000. എത്ര കൊല്ലമായി? 15 കൊല്ലമായി ജോലി. എന്നിട്ടിപ്പോൾ സാലറി 10,000. അപ്പോഴാണ് ആ സ്ഥാപനത്തിൻ്റെ ഒരു ആഡ് വരുന്നത്. BEd കഴിഞ്ഞ സെറ്റും നെറ്റൊക്കെ കഴിഞ്ഞ ഒരു ഹൈസ്കൂൾ അധ്യാപകനെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ PG കഴിഞ്ഞ ഒരാളെ ആവശ്യമുണ്ട്. അങ്ങനെ ഒരാൾ വന്നു, അയാൾ ജോയിൻ ചെയ്തു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട്. അയാൾക്ക് എത്ര സ്റ്റാർട്ടിങ്ങിൽ സാലറി? 50,000. ഈ പെണ്ണുങ്ങൾക്ക് എത്ര സാലറി? 15 കൊല്ലമായിട്ട് 10,000. അവർക്ക് എത്ര സ്റ്റാർട്ടിങ്? 1ാമത്തെ ദിവസം തന്നെ ഓഫർ ചെയ്യുന്ന സാലറി എത്ര? 50,000. എന്താ വ്യത്യാസം? വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഇൽമാണ്. നമ്മൾ എത്ര കളിച്ചാലും അതുറപ്പല്ലേ? ഇപ്പൊ സുൽത്താനുൽ ഉലമ ഉസ്താദിന് കോഴിക്കോട് ഭാഗത്ത് 10 ഏക്കർ ഭൂമി വിൽപ്പനക്ക് ചെറിയ ക്യാഷിന് വെച്ചിട്ടുണ്ട് എന്ന് കേട്ടാൽ ഉസ്താദ് എന്താ ആലോചിക്കല്? ആരെടുത്തുന്നെങ്കിലും അതൊക്കെ അത് സ്പോൺസർ ചെയ്യിപ്പിച്ച് വാങ്ങണമല്ലോ റബ്ബേ. എന്തിന്? ആ മെഡിക്കൽ കോളേജ് ഭാഗത്ത് വരുന്ന കുട്ടികൾക്ക് നിസ്കരിക്കാൻ പള്ളി വേണം. പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾ, കൂടെയുള്ളവർ, അവർക്ക് നിസ്കരിക്കാൻ ഇഫ്താറിന് സൗകര്യം വേണം. അല്ലേ? അതെ. അതാണ് ആലിമ് ചിന്തിക്കുക, ആഖിറത്തിലേക്കുള്ള വിരുന്ന്. സാധാരണക്കാരനായ ഒരു പ്രമാണി എന്താ ചിന്തിക്കുക? അനുജനോട് ചോദിക്കും, എടാ ആകപ്പാടെ 2 CR-ന് 2 കോടിക്ക് 10 ഏക്കർ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് ഞാനില്ല. മണ്ടത്തിന് പറയലടോ, നീ ഒന്നെടുത്താൽ മതി, ഞാൻ ഒന്നെടുക്കാം. അലുവ കഷ്ണം പോലത്തെ സാധനം ഉണ്ട്. കണ്ടോ കണ്ടോ? എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടും മോനെ, ഉറപ്പ് നീ എടുത്തോളി. എവിടെ ഉപകാരപ്പെടും? ദുനിയാവില്. അപ്പം എങ്ങനെയാ ഒരു ആലിമോ അല്ലാത്ത ആളും തമ്മിൽ ഒരേപോലെ ആവുക? ആവുമോ? ഇല്ല. അപ്പം ഇൽമാണ്.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണമെന്നാ പറയണത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലിമീങ്ങളോട് ചേർന്ന് നിൽക്കണം. അതുമാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി പഠിക്കാനും ശ്രദ്ധിക്കണം. ഇൽമ് അതിൻ്റെ ഫള് പറയുന്ന 5 കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. ഇൽമിൻ്റെ അഹ്ലുകാർക്ക് അള്ളാഹു നൽകുന്ന 5 കാര്യങ്ങൾ. ഇവിടെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബർ വെളിച്ചാക്കണമെങ്കിൽ ഇൽമുണ്ടായാൽ മതി, വേറെ എന്തില്ലെങ്കിലും. ഉദാഹരണം പറയാം. മഹാനായ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന് മക്കളുണ്ടോ ഇല്ലയോ എന്നൊരു ചർച്ച നടത്തുന്നിടത്ത് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ സബത്ത് എന്ന കിതാബ് ഇബ്നു ഹജർ റഹിമഹുള്ളയുടെ ആത്മകഥയാണ്. മഹാന്മാര് പഴയ കാലത്തെ ആത്മകഥ എഴുതാറുണ്ട്. ഇർഷാദുൽ ഖാവി ഇമാം സഖാവി റളിയല്ലാഹു അൻഹുവിൻ്റെ ആത്മകഥയാണ്. അത്തഹദ്ദുസു ബിനിഅമത്തില്ല ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ ആത്മകഥയാണ്. അൽ ബിനൻ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ആത്മകഥയാണ്. ആ ആത്മകഥകളെല്ലാം അവരെഴുതുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, അവർക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകൾ ഏത് കാരണത്താലാണോ ലഭിച്ചത് എന്ന് വായനക്കാരെ ബോധ്യപ്പെടുത്തി അവരെ കൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കാനാണ്. ആ നല്ല ലക്ഷ്യത്തോടെ എഴുതിയ എല്ലാ ആത്മകഥകളെയും അതതു കാലത്തെ മോമിനീങ്ങൾ വിശ്വാസപൂർവം ഏറ്റെടുത്തിട്ടുണ്ട്. ആ സബത്ത് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഹജർ തങ്ങൾ ഇങ്ങനെ ഒരു ചർച്ച നടത്ത, ബുഖാരി ഇമാമിന് റളിയല്ലാഹു അൻഹു മക്കളുണ്ടോ ഇല്ലയോ? ചർച്ചക്കൊടുവിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തന്നെ ഇടപെട്ടിട്ട് പറയാ, ഇനി മക്കളില്ലെങ്കിൽ തന്നെ എന്താ പ്രശ്നം? മക്കളിപ്പോ ഉണ്ടോ ഇല്ലയോ എന്ന് കുറെ രേഖയിലുണ്ടാവലും അല്ലാതിരിക്കലൊന്നും അല്ലല്ലോ. പിന്നെ എന്താ, ദുആ ചെയ്യുന്ന ആൾക്കാരുണ്ടോന്നല്ലേ നോക്കുന്നത്? അല്ലേ? അതെ. അതിന് ബുഖാരി ഇമാം റഹിമഹുല്ലാഹ്ക്ക് മക്കളില്ലെങ്കിൽ തന്നെ ഇപ്പം എന്താ വിഷയം? എന്തേ? ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി എന്ന കിതാബ് ഇവിടെ ബാക്കി വെച്ചിട്ടല്ലേ പോയത്? ആ കിതാബ് ഉള്ള കാലത്തോളം ബുഖാരി ഇമാമിന്റെ ഖബറിൽ വെളിച്ചം വന്നുകൊണ്ടിരിക്കൂലേ? പിന്നെന്തിനാ ഈ ചർച്ച എന്ന് മഹാനവറുകൾ നടത്തുന്നുണ്ട്. ഇത് വിശദീകരിച്ചിട്ട് മഹാൻ തന്നെ പറയാ, ഇതേപോലെ നമ്മളൊക്കെ മരിച്ചു പോകുമ്പോൾ നമുക്കും എന്തെങ്കിലും ഇവിടെ ബാക്കി വെക്കണം, എന്തെങ്കിലും ഒന്ന് ബാക്കി വെച്ചിട്ട് പോകണം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു. മരിച്ചവരുടെ ഏടുകളിൽ അവരുടെ ജീവിതത്തിന്റെ കർമ്മങ്ങൾ എഴുതി വെക്കും എന്ന് പറഞ്ഞ ഉടനെ ഖുർആൻ പറഞ്ഞു, വആസാറഹും, അവരുടെ ജീവിതത്തിന്റെ അടയാളത്തെയും ഞാൻ എഴുതി വെക്കും. MA ഉസ്താദിന്റെ ഏടിൽ ജാമിഅ സഅദിയ വെണ്ടക്കാക്ഷരത്തിലുണ്ടാകും. കൻസുൽ ഉലമ ഉസ്താദിന്റെ ഏടിൽ ജാമിഅ അൽ മക്കർ വലിയ അക്ഷരങ്ങളിൽ ഉണ്ടാകും. ഈ പ്രസ്ഥാനത്തിന്റെ മുഴുവനും താജുൽ ഉലമയുടെ ഏടിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കെന്തുണ്ട് എന്ന ചോദ്യം വളരെ പ്രാധാന്യത്തോടെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. എനിക്കെന്തുണ്ട്? അതിനാണ് മഹാന്മാര് പറയണത്, ഇൽമിന്റെ വഴിയിൽ നമ്മൾ സജീവമാവൂ. കുന്നാലിമൻ, നീ പണ്ഡിതനാവാൻ അധ്വാനിക്കൂ. അല്ലെങ്കിൽ ഔ മുത്തഅല്ലിമൻ, നീ ഇൽമിനെ ആഗ്രഹത്തോടെ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കാൻ മുന്നിട്ടിറങ്ങൂ. ഔ മുസ്തമിഅൻ, നീ ഇൽമിന്റെ സജീവ രംഗത്തേക്ക് എല്ലാ ദിവസവും ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ നിന്റെ ജോലി തിരക്കോ മറ്റോ അനുവദിക്കുന്നില്ലെങ്കിൽ നീ വിട്ടുനിൽക്കരുത്. ഔ മുസ്തമിഅൻ, ഇൽമിന്റെ സദസ്സുകളിൽ പരമാവധി പങ്കെടുത്ത് ഇൽമ കേൾക്കൂ. ഔ മുഹിബ്ബൻ, അല്ലെങ്കിൽ ഷോപ്പുകളുടെ തിരക്കുണ്ടാകും, മറ്റെന്തെങ്കിലും ബിസി ഉണ്ടാകും. ഔ മുഹിബ്ബൻ, ഇൽമിനെയും ഇൽമിന്റെ അഹ്ലുകാരെയും സ്ഥാപനത്തെയും സംരംഭങ്ങളെയും സ്നേഹിക്കൂ. അതാണ് മോമിനീങ്ങളെ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ. ഇനിയൊരു വഴിയില്ല.
അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ തകുൻ ഖാമിസ, ഇൽമുമായി ബന്ധമില്ലാത്ത മേഖലയിൽ പോകല്ലേ. ഈ ഹദീസിന് വേറൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. അഞ്ചാമത്തെ വിഭാഗമാവല്ലേ എന്നുള്ളിടത്ത് മഹാന്മാർ എഴുതി വെച്ചു, നീ മുബ്തദിയാവല്ലേ. കാരണം ഇൽമില്ലാത്തവരാണവർ. അതുകൊണ്ടാണ് ചിലർ ഖത്തറിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പക്ക് ഷിർക്കാവണത്. എന്തുകൊണ്ട്? വിവരമില്ല. അത് തന്നെ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാണ് അറിവ് എന്ന് പറയുന്നത്. ഈ സമ്മേളനത്തിന് പ്രമേയമായി മുന്നോട്ട് കൊണ്ടുവന്നത് തന്നെ അറിവാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ആ പദത്തിന്റെ ശക്തികൾ ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഒരു പ്രതിമ ഉണ്ട് എന്ന് വിചാരിക്കുക, ഗാന്ധിജിയുടെയോ രവീന്ദ്രനാഥ് ടാഗോറിന്റെയോ ആരുടെയെങ്കിലും റെപ്യൂട്ടഡ് പേഴ്സണാലിറ്റിയായി രാജ്യം കാണുന്ന ആരുടെയെങ്കിലും. ആ പ്രതിമയുടെ തൊട്ടിപ്പുറത്ത് ഒരു ചെറിയ മോന് സ്കൂൾ വാഹനത്തിന് കാത്തിരിക്കുന്നു. അവനാകെ 6 വയസ്സേ ആയിട്ടുള്ളൂ. LKG UKG കഴിഞ്ഞ 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാക്ക വന്നിട്ട് പറന്ന് കാഷ്ടിക്കണം എന്ന് ആ കാക്കക്ക് തോന്നിയാൽ ഈ കുട്ടിയുടെ തലയിലായിരിക്കല്, അല്ലെ ഈ പ്രതിമയുടെ തലയിലോ? പ്രതിമയുടെ തലയിലേ ഇരിക്കുള്ളൂ. അതെന്തേ? കുട്ടിയുടെ തലക്ക് ജീവനുണ്ട്, പ്രതിമന്റെ തലക്കോ ഇല്ല. അപ്പൊ ജീവനുണ്ടെങ്കിൽ പലതും നമ്മളിലേക്ക് വരൂല. ബിദ്അത്ത്, യുക്തിവാദം പോലുള്ള കാഷ്ടവും മൂത്രവും വരുന്ന തന്നെ വിവരമില്ലാത്തതുകൊണ്ടാണ്. സദാ മരിച്ചവർക്ക് ഓതാൻ പറ്റില്ല എന്നാണല്ലോ പറയണത്. കണ്ടങ്ങള് വിവരം വേണം. ഇവിടെ തന്നെ നമ്മൾ പഠിക്കണം. ഇബ്നു ഹജർ നിങ്ങൾ പറയാ ഫതുഹുൽ ഇലാഹിൽ കാണാം, അന്ന തഫഖുഹ ഫിദ്ദീനി അലാമത്തുൻ അലാ ഹുസ്നിൽ ഖാത്തിമ. ദീൻ പഠിക്കണം എന്നൊരാൾ ആഗ്രഹിച്ച് അധ്വാനിക്കുമ്പോൾ അത് എന്തിന്റെ അടയാള? അലാമത്തുൻ അലാ ഹുസ്നിൽ ഖാത്തിമ, അയാൾ ഈമാനോടെ മരിക്കും എന്നുള്ളതിന്റെ അടയാളമാണ്. നേരെ തിരിച്ചുകൊണ്ട് ഒരാൾ മോശമായി മരിക്കും എന്നുള്ളതിന്റെ അടയാളം നേരത്തെ തന്നെ ഉണ്ടാവും. അതെന്താ അടയാളം? അയാൾ ബിദ്അത്തുകാരനാവുക. ഇബ്നു ഹജർ സവാജിറിൽ പറയുന്നുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലാ തകുൻ ഖാമിസ, നീ ബിദ്അത്തുകാരനാവല്ലേ. ഞാനങ്ങനെ വയലിന്റെ സദസ്സിലൊന്നും വരാറില്ല. സ്ഥാപനമല്ല ഒരുവിധം തട്ടിപ്പാണ്. കണ്ടോ? വയംനഊനൽ മാഊൻ, ഒരു സഹായിക്കുകയും ചെയ്യില്ല, സഹായിക്കുന്നവരെ തടയുകയും ചെയ്യും. അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ ഇൽമുമായി നല്ല ബന്ധം ഉണ്ടാവണം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിലേക്ക് യഹ്യ ഇബ്നു യഹ്യ എന്ന ചെറിയ മോൻ മുതഅല്ലിം, ചെറിയ കാലത്ത്, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ +1 കാലത്ത് വന്നപ്പോൾ കുട്ടിയോട് ചോദിച്ചു, എന്ത് പേര്, നാടെവിടെ, എന്തിനു വന്നു? പഠിക്കുമല്ലോ അല്ലേ? ഓ പഠിക്കും. മോനോടൊരു കഥ പറഞ്ഞു തരട്ടെ ഉസ്താദ്? കുറെ മുമ്പേ ഇവിടെ ഒരു മുത്തഅല്ലിം ഉണ്ടായിരുന്നു. നന്നായി അധ്വാനിച്ച് പഠിക്കുന്ന മോന. ആ കുട്ടി ഇടക്കാലത്ത് പെട്ടെന്ന് മരിച്ചുപോയി. ആ കുട്ടിക്ക് 10,000 മയ്യത്ത് നിസ്കാരം കിട്ടിയിരുന്നു. ഈ മോൻ എന്ത് കർമ്മമാണ് ജീവിതത്തിൽ ചെയ്തത് എന്ന് ഓരോരുത്തരും അത്ഭുതത്തോട് ചോദിച്ചു. കാരണം വലാ ത്വാലിബിൻ വലാ ആലിമിൻ, ഒരാലിമിനോ ഒരു മുത്തഅല്ലിമിനോ കിട്ടാത്ത വണ്ണം 1000 മയ്യത്ത് നിസ്കാരം കിട്ടാൻ മാത്രം ഈ കുട്ടി എന്താ ചെയ്തത്? ഇത്രയും 1000 പങ്കെടുത്തപ്പോൾ ആ നാട്ടിലെ രാജാവ് വലിയ ആലിമീങ്ങളെ തന്നെ 6 പേരെ സെലക്ട് ചെയ്തിട്ട് കുട്ടീൻ്റെ ജനാസ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാൻ അവര് തന്നെ സ്പെഷ്യലായി ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 10,000 പങ്കെടുത്തുകൊണ്ട് ആ കുട്ടിയുടെ ജനാസ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി. കറക്റ്റ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെ ഈ നാട്ടിലെ സ്വാലിഹായ ഒരാൾ സ്വപ്നത്തിൽ കണ്ടു. സ്വർഗത്തിൽ അത്യുന്നത സ്ഥാനത്താണുള്ളത്. ഈ സ്വപ്നം കണ്ട മഹാൻ ആ കുട്ടിയോട് ചോദിച്ചു, ബിമനിൽ തഹാദിഹിൽ മൻസില അൽ ആലിയ, മോനിക്ക് എങ്ങനെ ഇത്രയും വലിയ സ്ഥാനം കിട്ടിയത്? ആ മുത്തഅല്ലിം പറഞ്ഞൊരു മറുപടി ഉണ്ട് മോനെ എന്ന് പറഞ്ഞിട്ട് ആ മാലിക് ഇമാം പറഞ്ഞു കൊടുക്കണത്. എന്താണെന്നറിയോ? ഞാൻ കുറഞ്ഞ കാലമാണ് ആ ദർസിൽ ഉണ്ടായതെങ്കിലും പഠിക്കുന്ന കാലത്ത് പഠിച്ചു തീർത്ത ഓരോ അധ്യായവും എനിക്ക് സ്വർഗത്തിൽ ഓരോ സ്ഥാനം കിട്ടാൻ അള്ളാഹു കാരണമാക്കി.
കുറേ അധ്യായങ്ങൾ കുറഞ്ഞ കാലം കൊണ്ട് മുത്താല ചെയ്തും പഠിച്ചും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് എനിക്ക് വലിയ സ്ഥാനം അള്ളാഹു സ്വർഗത്തിൽ തന്നു. ഇടയ്ക്കിടെ അമ്പിയാക്കളെ കാണാൻ തന്നെ ആ കുട്ടിക്ക് അള്ളാഹു സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് മാലിക് ഇമാം റളിയല്ലാഹു യഹ്യ ബിൻ യഹ്യ എന്ന മുത്തഅല്ലിമിനോട് പറയാ, അധ്വാനിച്ച് മോനും പഠിക്കണം. ഇതാ മുത്തഅല്ലിമീങ്ങൾക്ക് അല്ലാഹു വെച്ച സമ്മാനം. ഈ ചരിത്രം യഹ്യ ബിൻ യഹ്യ തങ്ങൾ പിന്നീട് പറഞ്ഞിട്ട് പറയാ, ആ ആദ്യകാലത്ത് ഇൻ്റർവ്യൂവിന് വന്ന ആ സമയത്ത് തന്നെ എനിക്കെൻ്റെ ഉസ്താദ് തന്ന വസിയത്തായിരുന്നു ഇത്രമേൽ പണ്ഡിതനാവാനും ദീർഘകാലം പഠിക്കാനും എനിക്ക് പ്രചോദനമായത്. അള്ളാഹു ആ മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് നമ്മളെല്ലാവരെയും ഉഖ്റവിയായ മുത്തഅല്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. ഇൽമിനോളം പവർ വേറെന്തിനാ ഉള്ളത്? വേറെന്തിനാ ഉണ്ടാവുക? ഞാൻ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇൽമിന് അള്ളാഹു നൽകിയ 5 കാര്യങ്ങൾ. 1, ഇൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹു നൽകുന്ന 1ാമത്തെ സ്ഥാനം, സ്വർഗത്തിലേക്കുള്ള വഴികൾ അള്ളാഹു അയാൾക്ക് എളുപ്പാക്കി കൊടുക്കും. സലക്കല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. അയാൾ സ്വർഗത്തിൻ്റെ വഴിയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. സഹലല്ലാഹു എന്നും നമ്മൾ കേട്ട ഹദീസുകളിൽ ഉണ്ട്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? സ്വർഗത്തിലേക്കെത്താനുള്ള കാര്യങ്ങൾ അള്ളാഹു അയാൾക്ക് എളുപ്പാക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഉഖ്റവിയായി നല്ല ഉദ്ദേശത്തോടെ ഒരാൾ ഇൽമു പഠിക്കാൻ മുന്നിട്ടിറങ്ങിയാൽ അയാൾക്ക് അള്ളാഹു സ്വർഗ വഴികൾ എളുപ്പാക്കും എന്ന് പറഞ്ഞാൽ അയാൾ ആ കർമ്മങ്ങൾ ചെയ്യണം എന്ന് പ്രത്യേകം ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ തന്നെയും മൂപ്പരെ കൊണ്ട് അള്ളാഹു സ്വർഗ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കും. ഉദാഹരണം പറഞ്ഞാലാണ് അത് വേഗം മനസ്സിലാവുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ രാവിലെ SYSൻ്റെ അസുഫ ദർസിലോ സുബഹിൻ്റെ ശേഷമുള്ള ഉസ്താദിൻ്റെ ദർസിലോ ഒരാൾ പങ്കെടുത്തു. അപ്പോൾ അയാൾ ഇൽമിനെ സ്നേഹിച്ചല്ലോ. ഇനി അള്ളാഹു അയാളെ ഏറ്റെടുത്താൽ എന്താ ചെയ്യുക? സ്വർഗത്തിൻ്റെ കർമ്മങ്ങൾ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കും. സാധാരണ ഉപ്പര് ഹദ്ദാദ് ചൊല്ലാറില്ല, വാശി കൊണ്ടോ ബിദഅത്തുകാരനായതുകൊണ്ടൊന്നും അല്ല, മൂപ്പര് അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ആ ക്ലാസ്സിൽ ഇരിക്കാൻ മൂപ്പര് താല്പര്യം കാണിച്ചപ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെട്ടു. ഇനി അള്ളാഹ് ഏറ്റെടുത്തോളൂ. അന്ന് രാത്രി പള്ളിയിൽ ഇശാംസ്കാരം ജമാഅത്തിന് പങ്കെടുത്തു. മൂപ്പര് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഹദ്ദാദ് അവിടെ തുടങ്ങിയിട്ടുണ്ട്, ഇശാന് ശേഷമാണല്ലോ. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഷീറ്റിൽ എന്തോ ഒന്ന് തട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ശ്രദ്ധിച്ചു, മഴയാണ്. ഇയാൾ കാറും എടുത്തിട്ടില്ല, നടന്നു പോവുകയാണെങ്കിൽ കുടയും കരുതിയിട്ടില്ല. എന്തു ചെയ്യും? ഏതായാലും ഹദ്ദാദിന് ഇരിക്കാം എന്ന് കരുതി മൂപ്പര് ഹദ്ദാദിന് ഇരുന്നു. എന്താണെന്നറിയില്ല, മൂപ്പര് ഹദ്ദാദ് അല്ലണമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷെ രാവിലത്തെ ക്ലിക്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മൂപ്പര് അള്ളാഹു ഹദ്ദാദിനെ ഇരുത്തും. ആ ഹദ്ദാദിൽ യാദൽ ജലാൽ വല്ലിക്റാം അമിത്നാല ദീനിൽ ഇസ്ലാം, ഈമാനോടെ മരിപ്പിക്കണേ അള്ളാഹ് എന്നുള്ള ദുആ മൂപ്പരെ മനസ്സിൽ തട്ടിപ്പോയി. അള്ളയല്ലേ കൊടുക്കേണ്ടത്. 7 വട്ടം അത് ദ്വാരുന്നപ്പോൾ മൂപ്പരെ കണ്ണിൽ തന്നെ വെള്ളം വീണു. ഇങ്ങനെയൊക്കെ ദ്വാരുന്നല്ലേ എങ്ങനെ ഈമാനോടെ മരണമില്ലാണ്ടിരിക്കുക? ഹദ്ദാദ് ഇമാം വെറുതെ അല്ലല്ലേ ഈ റാത്തീബ് പതിവാക്കിയാൽ റുസിക ലഹു ഹുസ്നുൽ ഖാത്തിമ, ഈമാനോടെ മരണം ഉണ്ടാവുക എന്ന് വെറുതെ പറഞ്ഞല്ലേ? ഇയാൾക്ക് എന്നെ തോന്നി. അന്ന് മുതൽ അയാൾ ഹദ്ദാദ് പതിവാക്കി. കണ്ട, അള്ളാഹു ഒരാളെ ഏറ്റെടുത്താൽ മൂപ്പര് ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ തന്നെ മൂപ്പരെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിപ്പിക്കും. വിശദ പഠനത്തിന് ഇമാം ഷഹറാനി തങ്ങളുടെ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ആദാബുൽ ഉബൂദിയ എന്ന കിതാബ് നോക്കിയാൽ മതി, അതിനെ കാണാം. ഇൽമിൻ്റെ വഴിയിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ ബാക്കി അള്ളാഹ് ഏറ്റെടുക്കും. സ്വർഗ വഴി എളുപ്പമാക്കുമെന്ന് പറഞ്ഞാൽ സ്വർഗകാര്യങ്ങൾ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കും അല്ലാഹ്. 2, രണ്ടാമത്തെ കാര്യം, അയാൾക്ക് മലക്കുകൾ ചിറക് താഴ്ത്തി കൊടുക്കും. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അതിന് 5 അർത്ഥമുണ്ട്.
എല്ലാം ഇവിടെ വിശദീകരിക്കല്ല. ഒന്ന്, അയാൾ എന്ത് ഉദ്ദേശത്തിലാണോ ഇൽമു പഠിക്കാൻ വേണ്ടി വന്നത് ആ ഉദ്ദേശം പൂർത്തിയാക്കാൻ അയാളെ മലക്കുകൾ കൂടി സഹായിക്കും. അപ്പം അയാൾ മുത്തല്ലിമായി വന്നത് ആഖിറം വിജയിക്കണം, സ്വർഗത്തിലെത്തണം, നന്നാവണം എന്ന് കരുതിയിട്ടാണ്. ചിലപ്പോൾ ഈ വയല് കഴിയുമ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോൾ എന്ത് മുത്തല്ലിമാവണോ അല്ലേ? സിദ്ദീഖ് റളിയല്ലാഹു 61-ാമത്തെ വയസ്സിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നിന്ന് ഇൽമു പഠിച്ച മുത്തല്ലിമല്ലേ, എനിക്കും പഠിച്ചാലെന്താ? എത്രയോ ഇമാമികൾ 40-ാം വയസ്സിൽ പഠിക്കാൻ തുടങ്ങിയിട്ട് അലിമീങ്ങളായിട്ടുണ്ടല്ലോ. അങ്ങനെ പ്രായമുള്ള എത്ര അലിമീങ്ങളുണ്ട് എന്നൊരാൾക്ക് തോന്നി. അപ്പോൾ അയാൾ ആഖിറം വിചാരിച്ചിട്ടാണ്, വേറൊന്നുമല്ല, സ്വത്തൊന്നും കരുതിയിട്ടല്ല. വേറെ ഒരു കരുതലും ദുന്യവിയായ കരുതൽ അയാൾക്കില്ല. ഖൽബ് നന്നാവണം, ആഖിറം വിജയിക്കണം, സ്വർഗം കിട്ടണം, ഇബാദത്തൊക്കെ ഒന്ന് നല്ല ഇബാദത്തായി മാറണം. അങ്ങനെ എന്ത് ഉദ്ദേശം വെച്ച് ഇയാൾ ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിക്കുന്നോ ആ ഉദ്ദേശം പൂർത്തിയാക്കാൻ മലക്കുകൾ കൂടി ഹെൽപ്പ് ചെയ്യും അയാളെ. മാത്രമല്ല, മലക്കുകൾ എപ്പോഴും അയാൾക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കും. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു അവിടെ പറയുന്നതാണ്, എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം മുത്തഅല്ലിമിൻ്റെ കാര്യമാണ്. കാരണം മുത്തഅല്ലിമ് ചിലപ്പോൾ ഉറങ്ങായിരിക്കും, ഇസ്തിരിടായിരിക്കും, ഡ്രസ്സ് അലക്കായിരിക്കും, വേറെ എന്തെങ്കിലും ചെയ്യായിരിക്കും, അപ്പോഴും മലക്കൾ മൂപ്പർക്ക് ദ്വാരുന്നുകൊണ്ടേയിരിക്കും. മലക്കൾ ഒരാൾക്ക് ദ്വാരുന്നാൽ വദുആഉൽ മലായികതി, മലക്കളുടെ ദുആ എന്ന് പറഞ്ഞാൽ മർജൂഉൽ ലിൽ ഇജാബ, അത് ഉത്തരം കിട്ടുന്ന ദുആ. കാരണം വലാ യശ്ഫഉ ഇൻദഹു ഇല്ലാ ലിമൻ ഇർതദാ, മലക്കളെ കൊണ്ട് ദ്വാരപ്പിക്കുന്ന അള്ളയല്ലേ. എന്നിട്ട് പിന്നെ അള്ളാഹ് എന്താ പറയൽ, തരൂലാന്നോ? മലക്കളുടെ ദുആ നമുക്ക് കിട്ടണം. നിസ്കരിച്ച സ്ഥലത്ത് അവിടെ തന്നെ ഇരുന്ന് ഔറാദുകളിലൊക്കെ എൻഗേജ് ആയാൽ മലക്കൾ ദ്വാരക്കും. വലിയ കാര്യമല്ലേ? വഹാബികൾ നന്നാവാത്തത് ആ ഒരു പ്രശ്നം കൊണ്ട് ഒറ്റ പോക്കാൻ വരും. മലക്കളുടെ ദുആ അവർക്ക് കിട്ടൂല. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോവും. ഇതാണ് അവരുടെ പ്രശ്നം. ഇൽമ പഠിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന രണ്ടാമത്തെ മഹത്വം, മലക്കളുടെ സഹായം എപ്പോഴും ഉണ്ടാകും. മലക്കൾ അവരെ ബഹുമാനിക്കും. നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത്, നമ്മുടെ കൂടെയുള്ള മലക്കൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയണം അള്ളാഹുവിൻ്റെ അടുത്ത്. കാരണം മലക്കുകളെ അള്ളാഹു സാക്ഷികളാക്കി കൂടി വെച്ചതാണ്. വേറൊരാൾ നമുക്കെതിര് സാക്ഷി എന്നാൽ ഒരുവിധം ചിലപ്പോൾ പറഞ്ഞ് ഒപ്പിച്ച് രക്ഷപ്പെടാനൊക്കെ വഴിയുണ്ടായേക്കാം. ഉദാഹരണത്തിന്, നമ്മുടെ കൂടെ +1-നും +2-നും പഠിച്ച ഒരു പയ്യൻ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, ഇയാൾ +1 +2 കാലത്ത് തനി ഫ്രോഡായിരുന്നു, വെറും തെമ്മാടിയായിരുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കതിനെ കൗണ്ടർ ചെയ്തിട്ട് അള്ളാഹുവിനോട് പറയാം, സത്യത്തിൽ +1 +2 കാലത്ത് അങ്ങനെ ആയിരുന്നു, പിന്നീട് ഞാൻ നന്നായിന് ചങ്ങായിക്ക് അറിയാത്തതുകൊണ്ടാന്ന് വേണമെങ്കിൽ പറയാം. ഡിഗ്രി ക്ലാസ്മേറ്റിനും വേണമെങ്കിൽ നമ്മളെക്കുറിച്ച് പറയാം, ഇയാൾ അന്ന് വെറും തമ്മാടിയായിരുന്നു എന്നൊക്കെ. അത് ശരിയായിരുന്നു, പക്ഷേ PG കാലത്ത് ഞാൻ നന്നായി എനിക്ക് തന്നെ അറിയാലോ എന്ന് പറയാം. അതേസമയം നമ്മളെ കൂടെ 65 കൊല്ലം കൂടെ ഉണ്ടായ മലക്ക് ഇയാൾ വളരെ മോശമായിരുന്നു, നമുക്കിനി ഇയാളെ തെറ്റ് എങ്ങനെ എഴുതലെന്ന് വിചാരിച്ചിട്ട് എന്തൊരു തമ്മാടിയായിരുന്നു ചെങ്ങ്. ലൈറ്റ് ഓഫാക്കുക ഹറാം. എല്ലാ ദിവസവും രാത്രി ഉറങ്ങൽ 2 മണിക്ക്. വാട്സപ്പ് നോക്കിയാൽ കാണും, ലാസ്റ്റ് സീൻ തൊട്ട് 2 മണി. എന്താ മോൾ അവിടെ പറയാ? ഇവർ വെറുതെ പറഞ്ഞെന്ന് പറയോ? അങ്ങനെ എങ്ങാനും മലക്കളെ കുറിച്ച് പറഞ്ഞാൽ വായക്ക് സീല് വരും. കള പറയാൻ നോക്കുമ്പോഴാ വായക്ക് സീല് വരിക. അപ്പോൾ പിന്നെ വത്തുക്കല്ലിമുന ഐതിഹ്യം ക്ലിക്ക് ചെയ്ത് 2 വിരൽ തന്നെ പറയും, നമുക്കത് ഇഷ്ടമായിട്ടൊന്നുമല്ല, പിന്നെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുത്ത് ഒന്ന് നിർബന്ധിച്ചിട്ട് എന്ന് പറയും. പിന്നെ മൂപ്പർ എന്നെ വായിക്കും. ഞാൻ 18-ാം വയസ്സിലാണ് മരിച്ചത്, 15-ാം വയസ്സിലാണ് പ്രായപൂർത്തിയായത്, ചെയ്തു തീർത്ത കാര്യങ്ങൾ വായിക്കാം. വായിക്ക്. 3 കൊല്ലമാണ് പ്രായപൂർത്തിയായതിനു ശേഷം ജീവിച്ചത്. ചെയ്ത കാര്യങ്ങൾ വായിക്കടോ. 1, 2,38,236 വീഡിയോസ് യൂട്യൂബ് റീൽസ് വഴി കണ്ടു. 3 കൊല്ലം കൊണ്ടാ? അതെ. വേറെന്തപ്പം വായിക്കാനുണ്ടാവുക? നമ്മളെ കുട്ടികൾ എന്തപ്പോൾ വായിക്കുക? മലക്കളെതിരായാൽ കഥ തീർന്നു. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മോനെ നീ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു കാര്യമാണ് മിൻ ഖിബലിൽ മലായിക അൻ യക്തുബു മാ യുഫ്തല്ലഹു ബിഹി യൗമൽ ഖിയാമ. അന്ത്യനാളിൽ എന്നെ വഷളാക്കുന്ന എന്തെങ്കിലും മലക്കൾ എഴുതി വെക്കുമോ എന്ന പേടി വേണം. നമ്മളെ കൂടെ നിർത്താൻ നമുക്ക് കഴിയണം. മലക്കളെ കുറിച്ച് നല്ലൊരു പഠനമുണ്ട്
ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന് അൽ ഹബായിക് ഫി അഖ്ബാരിൽ മലായിക എന്ന കിതാബ്, ഇൽമിൻ്റെ മഹത്വം എഴുതി വെക്കുന്നിടത്ത് ഹദീസുകൾ വിശദീകരിച്ച് മഹാന്മാർ പറയുന്ന മൂന്നാമത്തെ കാര്യം, ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അയാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. എല്ലാവരും മൂപ്പർക്ക് വേണ്ടി ദ്വാരക്കും. ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് ഹത്തൽ ഹീതാൻ ഫിൽ മാ. വെള്ളത്തിലുള്ള മത്സ്യം വരെ, അങ്ങനെ വരെ എന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട്, ആകാശ ലോകത്തുള്ള മുഴുവൻ ജീവികളും വസ്തുക്കളും അയാൾക്ക് വേണ്ടി ദ്വാരക്കും. പിന്നെ എങ്ങനെ അയാൾ നന്നാവാതിരിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരാലിം ഇങ്ങനെ വണ്ടി എടുത്ത് പോകുമ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ മേലെ കൂടിയാണ് പോകണമെങ്കിൽ ആ താഴെയുള്ള മത്സ്യങ്ങളൊക്കെ ഉപരിക്ക് ദ്വാരക്കുണ്ടാവും, അല്ലാത്ത സമയത്തും ദ്വാരക്കും. ആലിമാവണം, അള്ളാഹ് ഇഷ്ടപ്പെട്ട ആലിമാവണം. അള്ളാഹുവെ, നീ ഇഷ്ടപ്പെട്ട ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളിൽ നമ്മളെ പെടുത്തണേ റഹ്മാനെ. അക്ഷരങ്ങളൊന്നും അല്ല ഈ ഇൽമു എന്ന് പറഞ്ഞാൽ. ലൈസൽ ഇൽമു മാ ഹുഫിൾ വ ഇന്നമൽ ഇൽമു മാ നുഫിഅ. തെറ്റ് ചെയ്യാനുള്ള ഒരു പേടി ഉണ്ടാവുന്ന ഒരു വിവരാണ് ഇൽമു എന്ന് പറഞ്ഞാൽ. അതിനാണ് അൽ ഇൽമു എന്ന് പറയുക. ആരും ഇല്ലാത്ത ഘട്ടം, രാത്രിയാണ്, വാതിലടച്ചിട്ടുണ്ട്, ഒരാളും ഇല്ല, പോലീസില്ല, CCTV ഇല്ല, നീയും അള്ളയും മാത്രം ഉള്ള ഘട്ടം. ആ ഘട്ടത്തിൽ നീ അള്ളാഹുവിനോട് എന്താണോ പെരുമാറുന്നത്, അപ്പോൾ മനസ്സിലാവും നിനക്ക് വിവരമുണ്ടോ ഇല്ലയോ എന്ന്. കാരണം നമ്മളിപ്പോൾ മൊബൈൽ ഉപയോഗിച്ചിട്ടോ മറ്റൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആകപ്പാടെ അവിടെ രണ്ട് സാധ്യതകളേ ഉള്ളൂ. ഒന്നുകിൽ ഈ തെറ്റ് ചെയ്യുന്നത് അള്ളാഹു കാണുന്നുണ്ട് എന്ന് മൂപ്പർക്ക് അറിയാം, എന്നിട്ടും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ധിക്കാരല്ലേ. അള്ളാഹ് ഉണ്ടാലെന്നാ ലൈഫ് ഫോർ എൻജോയ്, ജീവിതം അടിച്ചു പൊളിക്കാനുള്ളല്ലേ. ഡിഗ്രി ഫൈനൽ ഇയർ അല്ലേ, +2 അല്ലേ ഉസ്താദേ, അടിച്ചു പൊളിക്കണ്ടേ. അള്ളാഹ് കണ്ടാലെന്നാ അപ്പൊ ഒരു ധിക്കാരാണത്, ധിക്കാരം. അല്ലെങ്കിൽ പിന്നെ അടുത്തൊരു സാധ്യതയാണ് അവിടെ ഉള്ളത്. അതെന്താ സാധ്യത ഉള്ളത്? ഒന്നുകിൽ ഞാൻ ചെയ്യുന്ന തെറ്റ് അള്ളാഹ് കാണുന്നുണ്ട് എന്നിട്ടും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ധിക്കാരം. അടുത്ത സാധ്യത അള്ളാഹ് കാണുന്നില്ല എന്നാ ഉപ്പര് വിചാരിക്കും. കാരണം വാതിലടച്ചിട്ടുണ്ട്, കുറ്റി ഇട്ടിട്ടുണ്ട്, ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്, പിന്നെ നമ്പർ ലോക്ക് ഉണ്ട് ഫോണിന്, ഫിംഗർ പ്രിന്റും ഉണ്ട്, പിന്നെ കണ്ട ഉടനെ ഡിലീറ്റ് ആക്കുന്നുണ്ട്, നെറ്റ് ഹിസ്റ്ററി ക്ലിയർ ആക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ കാണാനാ? അപ്പോൾ അതൊരു കുഫ്റുവാ. കാരണം അന്ധനായ അള്ളാഹുല ഉപ്പരുടെ വിശ്വാസം. വയസ്സെത്ര മോനെ? 17. മദ്രസ പഠിച്ചിനോ കുറച്ചു കാലം? എത്ര? 6ാം ക്ലാസ് വരെ. പിന്നെ പോയില്ല? ഇല്ല. എന്തേ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. മദ്രസ കുറേ പഠിക്കുമ്പോൾ ഒരു ബോറല്ലേ, അത്രേ ഉള്ളൂ അല്ലേ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇല്ല. 2ാം ക്ലാസ്സിലെങ്ങാനും പഠിച്ചൊരു പാട്ട് പാടിയാൽ ഓർമ്മ ഉണ്ടാവുമോ? എനിക്കങ്ങനെ, ഞാൻ ഒന്ന് പകുതി പാടിയാൽ ഒന്ന് പാടിയൊക്കെ ബാക്കി ഞാൻ പാടാം, ശ്രമിക്കാം അല്ലേ. എല്ലാം കാണും, അറിയാം അല്ലാഹു അല്ലേ, അതെ, എല്ലാം കേൾക്കും അല്ലാഹു. എത്രാം വയസ്സിലാണ് പഠിച്ചത്? 7ാം വയസ്സിൽ. ഇപ്പം എനിക്ക് എത്ര വയസ്സ്? 17. 10 കൊല്ലം കൊണ്ട് അള്ളാൻ്റെ കാഴ്ച പോയോ? അന്ധനായ അള്ളാഹുവിലാണോ വിശ്വാസം? അപ്പോൾ ഇൽമ് നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഹൗഫ് ഇങ്ങനെ വർദ്ധിക്കണം, അതാണ് ഇൽമ് എന്ന് പറഞ്ഞാൽ. അള്ളാഹു നമ്മുടെ ഇൽമ് നാഫിയാക്കി തെരുമാറാവട്ടെ. അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും എല്ലാ ജീവജാലങ്ങളും ഇൽമിൻ്റെ അഹ്ലുകാർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? തദ്കിറത്തു സാമി വൽ മുതകല്ലിം ഫി ആദാബിൽ ആലിമി വൽ മുതഅല്ലിം എന്നൊരു പ്രൗഢ ഗ്രന്ഥമുണ്ട് ബദറുദ്ദീൻ ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു. അടിപൊളി കിതാബ്. മുതഅല്ലിമും ഇൽമിൻ്റെ അഹ്ലുകാരും മുതാല ചെയ്യേണ്ട ഒരു കിതാബ്. അതിൽ കാണാം ഇൽമിൻ്റെ അഹ്ലുകാർക്ക് വേണ്ടി ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും പൊറുക്കലിനെ തേടാനും ദുആ ചെയ്യാനുള്ള കാരണം അവരുള്ളോണ്ടല്ലേ ഈ ജീവജാലങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോണത്. പൂച്ചയെ കെട്ടിയിട്ട പെണ്ണ് നരകത്തിൽ പോയി എന്ന് ഒരു ഉസ്താദ് ദർശനടിച്ചോണ്ടല്ലേ ഈ പാവങ്ങളായ പൂച്ചനെ ആരും ഒന്നും ചെയ്യാത്തത്. നായക്ക് വെള്ളം കൊടുത്ത പെണ്ണ് സ്വർഗത്തിലെത്തി എന്ന ഹദീസ് ഉസ്താദുമാർ നമുക്ക് പറഞ്ഞെന്നുണ്ടല്ലേ തെരുവിലൂടെ ഓടുന്ന നായയെ കല്ലെറിയാത്തത്. ഒരു ജീവിയെയും അംഗവിച്ഛേദനം നടത്തരുത്, കല്ലെറിയരുത്, ഉപദ്രവിക്കരുത്, വിഷമിപ്പിക്കരുത്.
അറവ് നടത്തുമ്പോൾ തന്നെ മൂർച്ചയില്ലാത്ത കത്തിയെടുത്തിട്ട് അതിനെ കൊല ചെയ്യരുത്. നിന്റെ നഖം വെട്ടാതെ ഒരു കറവ് മൃഗത്തിന്റെ അടുത്ത് പോയിട്ട് അതിന് കറവ് നടത്തരുത്. ഇതൊക്കെ ആരാ പഠിപ്പിച്ചെന്നത്? ഇൽമിന്റെ അഹ്ലുകാരാണ്. ഈ പഠിപ്പിച്ചെന്ന ഇൽമിന്റെ അഹ്ലുകാരോട് ഈ ജീവജാലങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ലേ? വെറുതെ പിന്നെ അവർ ദ്വാരക്കണത്. അതാണ് അതിൻ്റെ കാരണം. എന്ന് മാത്രമല്ല, ആ ആലിം മരണപ്പെട്ടു കഴിഞ്ഞാലും ഈ ജീവികൾ അവർക്ക് വേണ്ടി ദ്വാരന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയ കൂട്ടുകാരെ, ഒരു ഉസ്താദ് മരണപ്പെട്ട ഒരാളും ദ്വാരക്കാനും ഇല്ല, മയ്യത്തിസ്കരിക്കാനും ഇല്ല എന്ന് വിചാരിച്ചോ. എന്നാലും ഇവിടെ എത്ര ആളുണ്ട് ദ്വാരക്കാൻ എന്നാണ് കിതാബുകൾ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊരു മോന് വേണ്ടേ? ആലിമായ മോനെ ഗർഭം ചുമന്ന ഉമ്മ ഖബറിലെത്തുമ്പോൾ ആ ഖബറിന്റെ വെളിച്ചം എന്തായിരിക്കും? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വഴിയിലൂടെ പോകുമ്പോൾ അള്ളാഹു വഹി അറിയിച്ചു, ഇവിടെ ഒരു ഖബറുണ്ട്, ആ ഖബറാളി ശിക്ഷിക്കപ്പെടുകയാണ്. പിന്നീട് അതേ വഴിയിലൂടെ ഈസാ നബി അലൈഹിസ്സലാം മറ്റൊരവസരത്തിൽ വരുമ്പോൾ അള്ളാഹു അറിയിച്ചു, ആ ഖബറാളി രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തേ കാരണം? അയാൾ മരണപ്പെടുമ്പോൾ ഭാര്യ ഗർഭിണിയായിരുന്നു. പിന്നീട് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുട്ടി ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുക. ആ കുട്ടി പഠിക്കുന്ന ഇൽമിന്റെ ബറക്കത്തുകൊണ്ട് ഈ ഉപ്പാക്ക് അള്ളാഹു രക്ഷ കൊടുക്കുകയാണ്. അയാളെ നേരത്തെ ശിക്ഷിച്ചത് അയാൾ തെറ്റുകാരനായതുകൊണ്ടാണ്. ഇപ്പോൾ മക്കൾ നന്നായതുകൊണ്ട്, അതാ മക്കൾ ഇൽമു പഠിക്കുന്നത് കൊണ്ട് ഉപ്പ രക്ഷപ്പെടുകയാണ്. നമുക്ക് വേണം നല്ല ആലിമീങ്ങളായ മക്കളുണ്ടാവണം. നാലാമത്തത് വഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ. നാലാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആലിമീങ്ങൾ അംബിയാക്കളുടെ അനന്തരാവകാശികൾ. ആരുടെ? പണക്കാരുടെ അല്ല, ഫറോവമാരുടെ അല്ല. അലി റളിയല്ലാഹു അൻഹു പണമാണോ സൂപ്പർ, ഇൽമാണോ സൂപ്പർ എന്ന ചർച്ചയിൽ 9 ന്യായങ്ങൾ പറഞ്ഞ്, 9 കാരണങ്ങൾ പറഞ്ഞ് ഇൽമാണ് വലുത് എന്ന് സ്ഥാപിക്കുമ്പോൾ ഒന്നാമത് പറഞ്ഞത് ഇൽമ അമ്പിയാക്കൾ ബാക്കി വെച്ച് പോയതാ. പണം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഫറവന്മാരും മറ്റൊക്കെ ബാക്കി വെച്ചല്ലേ. ഇൽമ അള്ളാഹു ഒരാൾക്ക് കൊടുക്കുന്നത് അയാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ്. പണം ഒരാൾക്ക് നൽകുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൻ്റെ കാരണമേ അല്ല. ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കാം, അല്ലാത്തവർക്കും കൊടുക്കാം. ഇൽമ അനന്തരാവകാശം ആര് ബാക്കി വെച്ചതാ? അമ്പിയാക്കൾ ബാക്കി വെച്ചതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നബിമാര് ബാക്കി വെച്ച സ്വത്ത് കൈകാര്യം ചെയ്യാൻ നമുക്ക് ഈ ദുനിയാവിൽ തൗഫീക്ക് കിട്ടുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ സ്ഥാനം ലോകത്ത് എന്താ ഉള്ളത്? അതാ മഹാന്മാര് പറഞ്ഞത്, വലാ യഖ്നഉ മോനെ മിൻ യസീരിൽ ഇൽം മിൻ ഇർസിൽ അംബിയാ. കുറച്ച് പഠിച്ചാൽ മതി എന്ന് ചിന്തിച്ച് നീ ഒരിക്കലും കുറച്ച് ഇൽമിൽ തൃപ്തിപ്പെടാൻ പാടില്ല. കാരണം അമ്പിയാക്കളുടെ അനന്തര സ്വത്ത് കുറച്ച് മതി എന്ന് ആരെങ്കിലും ബുദ്ധിയുള്ള ആൾ പറയോ? ഇല്ല. അപ്പോൾ പഠിക്കണം, ഇനിയും ഇനിയും പഠിച്ചുകൊണ്ടിരിക്കണം. മുഅ്മിനായ മനുഷ്യന് എത്ര പഠിച്ചാലും വയറ് നിറയൂല. ലൻ യശ്ബഅൽ മുഅ്മിനു മിൻ ഖൈരിൻ യസ്മഉഹു ഹത്താ യകൂന മുൻതഹാഹുൽ ജന്ന. അയാൾ സ്വർഗത്തിലെത്തുന്നവരെ. നിങ്ങൾ വലിയ വലിയ ആലിമീങ്ങളുടെ റൂമിലൊക്കെ ഒന്ന് പോയി ചെന്ന് നോക്കി, 40 കൊല്ലമായിട്ടുണ്ടാവും തുഹഫ ദർസ് നടത്തുന്നത്. എന്നാലും ഉണ്ടാവും പിന്നെയും ഷർവാനിയും ഇബ്നു ഖാസിമും ചേർന്ന് നിൽക്കുന്ന മറ്റ് ഗ്രന്ഥങ്ങൾ ഇങ്ങനെ മുത്താലയുണ്ടാവും. നൂറുൽ ഉലമ എം എ ഉസ്താദിനെ ഒരു വട്ടം കാണാൻ പോയപ്പോൾ ഉസ്താദ് വഫാത്താകുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഉസ്താദ് അവിടെ നിന്ന് കിതാബ് എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഉസ്താദിന് തീരെ വയ്യ. എന്നിട്ട് ഒരു ശിഷ്യനെ നിർത്തിയിട്ട് ഉസ്താദ് കിതാബിൻ്റെ പേജുകൾ മറിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഉസ്താദിൻ്റെ കൈയുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇത് നോക്കി മോനെ അടുത്ത പേജ് മറിക്കുമോന്ന് അവൾ ആലോചിച്ച് നോക്കിയേ. അതാണ് മഹാന്മാർക്ക് ഇൽമിനോട് ഇത്രയും ഇഷ്ടം ഉണ്ടാവാനുള്ള കാരണം. അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ കാണാം, ഒരൊറ്റ
ക്ലാസ്സും മിസ്സാക്കൂല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാ അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ തങ്ങളുടെ ഒരൊറ്റ ദർസും മിസ്സാക്കൂല, ഒരു ദർസും മിസ്സാക്കൂല. അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മരണപ്പെട്ടു. അബ്ദുറഹ്മാൻ അഹ്സനി മരണപ്പെട്ടപ്പോൾ സുലൈമാൻ ഉസ്താദിന് തഅസിയത്ത് നൽകാൻ വീട്ടിലെത്തിയ ആലിമീങ്ങൾ സുലൈമാൻ ഉസ്താദിനെ കാണുന്നില്ല. എവിടെ പോയി? ഇഹ്യാ സുന്നയിൽ ദർസിന് നിന്നിട്ടുണ്ട്. ഇതെവിടുന്ന് കിട്ടിയതാ? മുൻകാല മഹാന്മാര് വരച്ച വഴിയാണത്. അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദ് എന്ന മോന് മരണപ്പെട്ടപ്പോൾ കുടുംബക്കാരെയൊക്കെ അറിയിക്കാണ്, ജനാസ കർമ്മങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളി, ഞാൻ അങ്ങോട്ടേക്ക് വന്ന് തിരിച്ചു പോന്നാൽ ഇവിടുന്ന് ഒരു ദർസ് മിസ്സാകും. അബൂ ഹനീഫ തങ്ങളുടെ ദർസ് മിസ്സായാൽ പിന്നെ അതിന് പകരം എവിടെ നിന്ന് കിട്ടാനാ? കണ്ടോ, നമ്മൾ ഒരേപോലെ ഇൽമിനെ മഹാന്മാരെ ഏറ്റെടുത്ത വഴി തിരിച്ചറിയണം. ഇപ്പം 2 മാസം കൊണ്ടൊക്കെ ബിരുദം കിട്ടുന്ന കോഴ്സുണ്ട്. മക്കൾക്ക് ബിരുദം കിട്ടുന്നതിൻ്റെ കോൺവെക്കേഷൻ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ഉപ്പാക്ക് അവിടുന്ന് ബിരുദം കൊടുത്ത കാലാണിപ്പോൾ. കാലം മാസം ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയും കൂട്ടരെ മുത്തഅല്ലിമീങ്ങൾ ഇനിയും ഉമ്മത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഹാഫിദ് മുൻദിരി റഹിമഹുല്ലാഹ് അത്തർഗീബ് വത്തർഹീബ് എന്ന ലോക പ്രശസ്ത ഗ്രന്ഥം എഴുതിയ മഹാൻ, ആ മഹാനവറുകളുടെ മകൻ മരണപ്പെട്ടപ്പോൾ ആ ദർസിന്റെ വാതിൽക്കൽ വരെ പോയിട്ട് പറഞ്ഞു, കർമ്മങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളി, ദർസ് മിസ്സാകും. കണ്ടോ, ഈ അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു തന്നെ മരണരോഗത്തിൽ കിടക്കുമ്പോഴാണ് കാണാൻ വന്ന ശിഷ്യന്മാരോട് ഹജ്ജുമായി ബന്ധമുള്ള ഒരു മസല ചർച്ച ചെയ്യുന്നത്. നേരാവണ്ണം മഹാനവർക്ക് ശ്വാസം എടുക്കാനും വലിക്കാനും കഴിയുന്നില്ല, ശ്വാസോച്ഛ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് മസല പറയുമ്പോൾ ശിഷ്യന്മാര് ചോദിച്ചു, എന്തിനാ ഉസ്താദ് ഈ റിസ്ക് എടുക്കണത്? ഈ സമയത്താണോ ഇത് ചർച്ച ചെയ്യണത്? അതിന് മഹാന്റെ മറുപടി എന്താണെന്നറിയാം? ഇതാണ് എൻ്റെ ആഖിറത്തിലെ പ്രതീക്ഷ. അതും പറഞ്ഞ് ശിഷ്യന്മാര് ആ വീട്ടിൽ നിന്ന് മഹാന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വാതിലിനടുത്തെത്തിയപ്പോൾ മഹാനവറുകൾ വഫാത്തായിട്ടുണ്ട്. ഇൽമാണ് അവരുടെ ജീവൻ. അതാ ചില ശിഷ്യന്മാര് ഉസ്താദുമാരോട് ചോദിക്കും, അത്രേ സ്വർഗത്തിൽ എന്തും കിട്ടും എന്നല്ലേ ഉസ്താദെ പറയണത്? അതെ, കിതാബ് മുത്താല ചെയ്യാൻ തൗഫീഖ് ഉണ്ടാവോ സ്വർഗത്തിലും? അങ്ങനെ ചോദിച്ച ശിഷ്യന്മാരുണ്ട് കിതാബുകളിൽ. ഈയിടെ ഒരു മഹാന്റെ ചരിത്രം വായിച്ചു. ആ മഹാൻ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ രാത്രി ഭാര്യ ഉള്ള റൂമിലേക്ക് ആദ്യ രാത്രി പോവുക. ആ റൂമിന്റെ പുറത്ത് ഇതേപോലെ ഒരു മേശന്റെ മുകളിൽ അത്യാവശ്യം തടിയുള്ള ഒരു കിതാബ് കണ്ടു. ആഹാ, സൂപ്പറാണല്ലോ, ഇതുവരെ കണ്ടില്ലല്ലോ ഈ കിതാബ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ആ കിതാബ് നോക്കാൻ തുടങ്ങി. ഏതുവരെ? സുബിഹി വരെ. വനസിയ സൗജത്തുഹു, ഭാര്യനെ മറന്നുപോയി. വേറൊരു മഹാന്റെ ചരിത്രം നമ്മെ കൂടുതൽ അത്ഭുതപ്പെടുത്തും. വിളക്ക് കത്തിച്ചിട്ട് ഇങ്ങനെ ഇൽമിങ്ങനെ മുത്താലയ്യ കിതാബ് നോക്കുക. അമ്പിയാക്കളുടെ അനന്തര സ്വത്തല്ലേ, ജീവിതത്തിന്റെ ലാസ്റ്റ് സെക്കൻഡ് വരെ അവർ ആ അനന്തര സ്വത്ത് ഊറ്റി കുടിക്കുകയാണ്. കിതാബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് മഹാന്റെ തലപ്പാവിന് പിടിച്ചു. ആ തലപ്പാവ് മുഴുവൻ കത്തി കരിഞ്ഞുപോയി. തലയിലേക്ക് ആ പൊള്ളലേറ്റപ്പോഴാണ് മഹാനവറുകൾ ഞെട്ടിയത്. സുബ്ഹാനല്ലാഹ്, തീ പിടിച്ചു, തലീക്കെട്ട് മൊത്തം പോയി. ആ മഹാന്റെ 13 തലീക്കെട്ട് അങ്ങനെ കത്തി നശിച്ചിട്ടുണ്ട്. 13 തലപ്പാവ്. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങാൻ കിടന്നാൽ പെട്ടെന്ന് ഇൽമ ഓർമ്മ വന്ന് എഴുതി വെക്കണ്ടേ എന്നോർത്ത് വേഗം എഴുന്നേൽക്കും. എന്നിട്ട് ഇൽമ എഴുതി വെച്ച് കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങും. പിന്നെ ഓർമ്മിക്കും, ഒരു ഇൽമും കൂടി എഴുതി വെക്കാനുണ്ടല്ലോ, പിന്നെ എഴുതി വെക്കും. ഒരു രാത്രി തന്നെ ചിലപ്പോൾ 20 തവണയൊക്കെ ഉറക്കത്തിൽ ഞെട്ടിയിട്ട് എഴുതി വെക്കും. തഹദീബുൽ അസ്മാഉ വൽ ലുഗാത്തിൽ നവവി ഇമാം റഹിമഹുല്ലാ കാര്യം പറയുന്നുണ്ട്. ബുഖാരി ഇമാമിന്റെ കൂടെ നമ്മൾ വായിക്കുന്ന ലോക ചക്രവർത്തിയാണ് സ്വഹീഹ് മുസ്ലിം എന്ന ഗ്രന്ഥം എഴുതിയ മഹാനായ ഇമാം മുസ്ലിം അൻ-നൈസാബൂരി റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകൾ ഇതുവരെ കേൾക്കാത്ത ഒരു ഹദീസ് കേട്ടു. ഈ ഹദീസ് കണ്ടെത്തണമല്ലോ റബ്ബേ.
എന്ന് കരുതിയിട്ട് ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞു, എല്ലാവരും പോയിക്കോളി. ഫജുമിഅ ലഹു കുത്തുബ്, അന്ന് സാധ്യമായ കിതാബൊക്കെ ഒരുമിച്ച് കൂട്ടി, ഈ കിതാബൊക്കെ ഒന്ന് നോക്കി തീർക്കട്ടെ, ആ ഹദീസ് കണ്ടെത്തട്ടെ എന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു. അപ്പോഴാണ് ഒരു കൊട്ട ഈത്തപ്പഴം ആരോ കൊണ്ടു കൊടുക്കണത്. അവിടെ ഹദിയായിട്ട് കിട്ടി ഈത്തപ്പഴം അവിടെ വെച്ചു. നോക്കാൻ തുടങ്ങി. നിസ്കാരം കഴിഞ്ഞ് നോക്കാനിരുന്നതാ. ഇടയ്ക്കൊരു ഈത്തപ്പഴം വായിലിടും, ഇങ്ങനെ നോക്കും, പിന്നെയും ഈത്തപ്പഴം ഇങ്ങനെ വായിലിടും, ഇങ്ങനെ നോക്കി നോക്കി സുബി ആകുമ്പോഴാണ് ആ ഹദീസ് കണ്ടെത്തിയത്. ആ ഇടയ്ക്ക് വേറെ ഒരു അപകടം സംഭവിച്ചു പോയി. അറിയാതെ ഈ ഈത്തപ്പഴം ഫുള്ള് തിന്നു. ചെറിയ കൊട്ടയിലാണെങ്കിൽ ഈത്തപ്പഴം കൂടുതൽ ഉണ്ടായിരുന്നു, അത് മുഴുവനും തിന്നുപോയി. ഈത്തപ്പഴം കൂടുതൽ തിന്നതിൻ്റെ പേരിൽ പിടിച്ച രോഗം, ആ രോഗമായിരുന്നു മഹാനവർകളുടെ മരണകാരണം. റവാഹു മുസ്ലിം എന്നൊരു ഹദീസ് കഴിഞ്ഞിട്ട് വായിക്കുമ്പോൾ ആ ചക്രവർത്തിയെ, ആ മഹാനേതാവിനെ കണ്ണീരോടെ അല്ലാതെ നമുക്ക് വായിക്കാൻ പറ്റില്ല. അത് നോക്കിയേ, ലോക പ്രതിഭകൾ അമ്പിയാക്കളുടെ അനന്തര സ്വത്തിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്. വീട് വിറ്റിട്ട് കിതാബ് വാങ്ങിയ മഹാന്മാരുണ്ട്. നിങ്ങൾ ആലോചിച്ചു. അബൂ ഇസ്ഹാഖ് ശിറാസി റളിയല്ലാഹു അൻഹു ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ ജീവിച്ച മഹാന. ഹജ്ജിന് പോയിട്ടില്ല. എന്തേ കാരണം? ആയിരക്കണക്കിന് ശിഷ്യന്മാര് വേണമെങ്കിൽ കണ്ണിന്റെ പോളന്റെ മേലെ ഇരുത്തിയിട്ട് അബൂ ഇസ്ഹാഖ് ശിറാസി തങ്ങളെ ഹജ്ജിന് കൊണ്ടുപോകും. പക്ഷെ ഒരാളോടും അങ്ങനെ ചോദിക്കുന്ന പരിപാടിയോ എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിക്കുന്ന ഒരു ആർത്തിയുടെ മനോഭാവോ മഹാനില്ല. തദ്കിറത്തുൽ ബുൽഖൈനിയിൽ ചരിത്രം കാണാം. ആ അബൂ ഇസ്ഹാഖ് ശിറാസി തങ്ങൾ മഹാനവറുകൾ ചിലപ്പോൾ ദർസെടുക്കാൻ പുറത്തേക്ക് കോളേജിലേക്ക് വരൂല. ശിഷ്യന്മാർ അങ്ങോട്ട് പോകാം. ഉസ്താദ് വീട്ടിലാണ് ദർസ നടത്തുന്നെങ്കിൽ ഉസ്താദിന്റെ കഴുത്തിന്റെ ഭാഗം മുതൽ മുകളിൽ മുഖം അതേ കാണുള്ളൂ, ബാക്കിയൊന്നും കാണൂല. ഒരു മറന്റെ അപ്പുറത്തിരുന്നിട്ടാണ്, ഇങ്ങനെ കുത്തിയിരുന്നിട്ടാണ് ദർസ നടത്തുന്നത്. കാര്യം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഔറത്ത് മറക്കാനുള്ള ഡ്രസ്സ് പോലും മഹാനില്ലായിരുന്നു എന്നുള്ളതാണ്. കണ്ടോ? എന്നിട്ട് മഹാന്റെ ഇൽമിന്റെ അധ്വാനം കേൾക്കണോ? ഏതെങ്കിലും ഒരു ബൈത്ത് ഉണ്ടാവുമല്ലോ, ഷാഹിദം ബൈത്ത് എന്നൊക്കെ പറയണേ. എന്ന് പറയണ ഏതെങ്കിലും ഒരു തെളിവിന് കൊണ്ടുവരുന്ന ബൈത്ത് കണ്ടാൽ ഇതേത് ഖസീദയിലാണ് ഈ ബൈത്തുള്ളത് എന്ന് മഹാനവറുകൾ കണ്ടെത്തും. ആ ഒറ്റ വരിക്ക് വേണ്ടി ആ ഖസീദയിൽ 1000 വരി ഉണ്ടെങ്കിലും അത് ഫുള്ള് കാണാതെ ഒടിയും. എന്തിന്? മുഷാറക്കാരെയും തോൽപ്പിക്കാനല്ല, പിന്നെ ഇൻസൈറ്റിന്, തെളിച്ചത്തിന്, വെളിച്ചം കിട്ടാൻ, ഇൽമിനോടുള്ള ആർത്തി കൊണ്ട്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൻ യശ്ബഅൽ മുഅ്മിൻ, മുഅ്മിനിന് എങ്ങനെ ഇൽമ കിട്ടിയാൽ വയറ് നിറയൂല. മഹാന്മാർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഇൽമ പഠിച്ചത്. ധാരാളം കിതാബുകൾ നോക്കിയ ഏതേത് മഹാന്റെ ചരിത്രം എടുത്തു നോക്കിയാലും ഇസ്ലാമിൽ ഒരു അടിസ്ഥാന തിയറി ഉണ്ട്. കൂട്ടുകാരായ മുത്തഅല്ലിമീങ്ങളോട് 2 വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യഹ്യ ഇബ്നു അബീ കസീർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കിതാബുകളിൽ കാണാം, ലാ യുസ്തദഉൽ ഇൽമു ബിറാഹത്തിൽ ജിസ്ം, സുഖം അനുഭവിച്ചിട്ടൊന്നും ഇൽമ ഒരിക്കലും കിട്ടൂല. ഞാൻ ഇവിടെ വന്നപ്പോൾ എല്ലായിടത്തുനിന്നും വളരെ സ്നേഹത്തോടെ കാണുകയും ദുആ ചെയ്തിരുകയും ചെയ്തിരുന്ന പ്രിയപ്പെട്ട അലിബാക്കവി ഉസ്താദ് ആറ്റുപുറം, ആദ്യകാലത്ത് ഷേഖുന ബഹറുൽ ഉലൂം ഉസ്താദിന്റെ കാലത്തെ ഈ സ്ഥാപനം ഉസ്താദ് ഓർത്തെടുത്തു. ആ കാലത്തെ കഷ്ടപ്പാടും ത്യാഗങ്ങളും കുറച്ചൊക്കെ നിങ്ങൾ പ്രസംഗത്തിൽ അത് കേട്ടു. ഒരൊറ്റ ടോയ്ലറ്റ് മാത്രം ഉള്ള കാലം, സംവിധാനങ്ങൾ വളരെ കുറഞ്ഞ കാലം. അന്ന് ഉസ്താദ് ചേർത്ത് പറഞ്ഞ ഒരു കാര്യമാണ് ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ടുള്ളത്. 100 കണക്കിന് മുത്തഅല്ലിമീങ്ങൾ പഠിക്കുമ്പോൾ ഒരാൾക്കും പരിഭവങ്ങളില്ല, പരാതികളില്ല. അവർക്കെല്ലാം ഷേഖുന ഉസ്താദിന്റെ അടുത്തുനിന്ന് പഠിക്കണമെന്ന അതിയായ ഇൽമിനോടുള്ള ആർത്തിയും ആഗ്രഹവുമല്ലാതെ വേറൊന്നും ഇല്ല. ആ ജാമിഅ നുസ്രത്ത് അതിൻ്റെ 25 കൊല്ലത്തെ കഴിഞ്ഞ കാല ചരിത്രം എടുത്ത് നോക്കിയാൽ അത്ഭുതങ്ങളായ ധാരാളം പ്രതിഭകളെ സൃഷ്ടിച്ച സ്ഥാപന. ഇത് വെറുതെ ഞാൻ പറയണമെന്നല്ല. എനിക്ക് കൂടുതൽ നുസ്രിമാരെ സംഘടനാ രംഗത്തും നേരത്തെ തഖസ്സുസിന് കൂടെ പഠിച്ച കൂട്ടുകാരെയും അറിയാം. അന്നാണ് ഈ നുസ്രിമാരുടെ പ്രതിഭാത്വം നമുക്കൊക്കെ ബോധ്യപ്പെട്ടത്. കൂടുതൽ ഏറെ രംഗത്ത് അന്ന് ഞാൻ ജാമിഅ മർക്കസിൽ തഖസ്സുസിന് പഠിക്കണ കാലത്ത് അന്ന്
5 or 4 കൂട്ടുകാരുണ്ടായിരുന്നു. നമ്മുടെ ബാച്ചിലെ 1ാം റാങ്കുകാരൻ കരീം നുസ്രി ഈ സ്ഥാപനത്തിൻ്റെ സന്തതിയാണ്. ഇപ്പോൾ സൗദി അറേബ്യയിലാണ്. പലപ്പോഴും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് നന്നായി സഹായിക്കുന്ന കൂട്ടുകാരനാണ്. അവർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വലിയ പ്രതിഭകളായ കൂട്ടുകാരെ തന്ന സ്ഥാപനമാണ്. ഇതിൻ്റെ സോവനീർ ജസ്റ്റ് ഒന്ന് ഞാൻ ഗ്ലാൻസെറ്റ് ചെയ്ത് നോക്കി. ഇതിനെ കാലമെന്നാണോ അല്ല കലാം എന്നാണോ വായിക്കേണ്ടത് എന്ന ശങ്കാശങ്ങൾക്കിടയിലാണ് ഇതിൻ്റെ പുറംചട്ട നമ്മെ അത്ഭുതപ്പെടുത്തിയത്. ഈ 25 കൊല്ലം കൊണ്ട് നുസ്രത്ത് എന്ത് ചെയ്തുവെന്ന കാലത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സോവനീർ അല്ല. മഹാമനുഷികളായ ധാരാളം പണ്ഡിതന്മാരുടെ കാലം എങ്ങനെയാണ് അവരുടെ പുരുഷായുസ് ഈ ദീനിനു വേണ്ടി സാക്ഷ്യപ്പെടുത്തി എന്ന കാലമടയാളപ്പെടുത്തിയ പണ്ഡിതർ അതുമല്ല. അതിനേക്കാൾ തീക്ഷ്ണമായ ആശയങ്ങൾ ഈ പുസ്തകം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ മഹാന്മാർ എങ്ങനെയാണ് ഈ വലിയ ഹൗ ഡിഡ് ഹി ഗെറ്റ് ദിസ് ഗ്രേറ്റ് പൊസിഷൻ എന്ന് ഉസ്താദുമാരോട് ചോദിച്ചാൽ അവർ ഇപ്പോൾ വിരാജിക്കുന്ന സ്ഥാനത്തേക്ക് എത്താനുള്ള ആ താണ്ടിയ വഴികളും കഷ്ടപ്പെട്ട ത്യാഗം സഹിച്ച ഓരോ മാർഗങ്ങളെയും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ സോവനീർ മുഴുവൻ കൂട്ടുകാരും നിർബന്ധ ബുദ്ധിയാ വായിക്കണം. എന്തിന്? തഹ്ദീബുൽ അസ്മാ വൽ ലുഗാത്തിന്റെ പ്രിഫേസിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി ഓഫ് ഹിസ്റ്ററി? എന്തിനാണ് ഒരാൾ ചരിത്രം പഠിക്കണത്? അതിന് മഹാൻ നൽകുന്ന ഉത്തരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം, ഒരു മഹാന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാതെ താഴ്മ ഉണ്ടാവും. നമ്മുടെ എന്തെങ്കിലും കിബറുണ്ടെങ്കിൽ അത് ഒലിച്ചു പോകും. അതെങ്ങനെ ഒലിച്ചു പോകും? ത്യാഗം സഹിച്ച മഹാന്മാരുടെ ജീവിതം വായിക്കുമ്പോൾ നമ്മൾ ഒന്നുമല്ല, വി ആർ നത്തിങ്, നമ്മൾ ഒന്നുമല്ലെന്ന തിരിച്ചറിവിലേക്ക് നമ്മെ ചരിത്രം എത്തിക്കും. മഹാന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ മഹാന്മാരുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അള്ളാഹു നൽകുമാറാവട്ടെ. ഞാൻ വിചാരിച്ച ഒരൊറ്റ ആശയം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഖബർ എന്ന ലോകത്തെ ആരംഭിച്ചിട്ടാണ് നമ്മുടെ പ്രഭാഷണം ആരംഭിച്ചത്. ആ ഖബർ നമുക്ക് വെളിച്ചമായി കിട്ടാൻ 4 വഴികളുണ്ട്. 1, ഇൽമു പഠിക്കുക. 2, പഠിച്ച ഇൽമു വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. 3, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വതക്ക ചെയ്യുക. 4, എല്ലാ രാത്രിയും തബാറക്കൽ മുൽക്ക് അഥവാ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഖബറിൽ ശിക്ഷയില്ല എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നെ വേറെ സംശയമില്ല. നുബുവത്തിന്റെ നാവ് കൊണ്ടാണല്ലോ അത് പറഞ്ഞേക്കണത്. അപ്പോൾ ഒരാൾക്ക് സംശയം, എല്ലാ രാത്രി ഓതണം എന്ന് പറഞ്ഞാൽ ഉസ്താദേ ഞാൻ ഇപ്പം വയസ്സ് 65ആയി, ഞാനിപ്പോൾ അടുത്താണ് ആ സൂറത്തിൻ്റെ മഹത്വം അറിയണത്. അതിന് മഹാന്മാർ നൽകുന്ന മറുപടി, എന്നു മുതലാണോ ഈ ഹദീസ് കേട്ടത് അന്നു മുതൽ ഓതിയാൽ മതി. അന്നു മുതൽ ഓതിയാൽ മതി. ഓതിയിട്ടുണ്ട്, 10-20 കൊല്ലമായിട്ട് ഓതുന്നുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും മിസ്സായി പോയിനെങ്കിൽ എന്താടോ, അള്ളാഹു ക്രൂരനൊന്നുമല്ലല്ലോ. എന്നെങ്കിലും ഒരു രാത്രി ഒഴിവായാൽ 2024 മഗ്‌രിബിന് ഓതിയില്ല എന്നിട്ട് പിടിച്ച് ശിക്ഷിക്കും? ഇല്ല. വിശദ പഠനത്തിൽ നിങ്ങൾ ഫതുഹുല്ലെല്ലാം നോക്കിയാൽ മതി. എന്നെങ്കിലും മിസ്സായി പോയാലൊന്നും കുഴപ്പമില്ല. പരമാവധി ജീവിതത്തിൽ തബാറക്കൽ മുൽക്കോദണം. നമ്മളെ മക്കളെ പഠിപ്പിക്കണം, നന്നായിട്ട് പഠിപ്പിക്കണം. ഒരൊറ്റൊരു കാര്യം, മക്കളെ നിസ്കാരം പഠിപ്പിക്കണം എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ ഇന്നലെ ഞാൻ മുത്താല ചെയ്ത ഒരു പാർട്ടി ഇവിടെ പറയണം എന്ന് എനിക്ക് തോന്നി. മുറു അസ്സബിയ ബിസ്സലാത്തി ഇദാ ബലഗ 7 സിനീൻ. 7 വയസ്സായാൽ കുട്ടിയെ നിസ്കാരം കൽപ്പിക്കണം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് വലിയ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയാ, വഹാദൽ അംറു ലിൽ വുജൂബ്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, 7 വയസ്സായത് മുതൽ കുട്ടികളെ നിസ്കരിക്കാൻ കൽപ്പിക്കണം. ഇതെല്ലാവർക്കും അറിയാം. ഫമല്ലം യഅ്മുർ മിനൽ ആബാഇ വൽ ഉമ്മഹാത്ത്. ഉപ്പയും ഉമ്മയും കുട്ടികളെ 7 വയസ്സ് മുതൽ നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ കൽപ്പനന്റെ അർത്ഥം ഓരോ വഖത്തിനും കൽപ്പിച്ചാലേ അവൻ നിസ്കരിക്കുള്ളൂ എങ്കിൽ ആ ഓരോ വഖത്തിലും പറയണം. അത് ഷർവാനിയിലും മറ്റൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഫഖദ് തറക വാജിബൻ, അയാൾ നിർബന്ധമായ ഒരു കാര്യമാണ് ഒഴിവാക്കിയേക്കണം. വ തർക്കുൽ വാജിബ് മഅസിയത്തുൻ. വാജിബ് നിർബന്ധ കാര്യം ഒഴിവാക്കൽ
തെറ്റാണ്, ഹറാമാണ്. വൽ ഇസ്റാറു അലൈഹ വലൗ സഗീറത്തൻ, അത് ഹറാമായത് കൊണ്ട് തന്നെ സ്ഥിരമായി മക്കളോട് നിസ്കരിക്കണം എന്നുള്ള കൽപ്പന ഇല്ലാത്ത രക്ഷിതാവ് സ്ഥിരമായി ആ ഹറാമ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മുസ്ഖിത്തുൽ അദാലത വ മുസ്ബിത്തുൽ ഫിസ്ഖ, അയാൾ ഫാസിക്കായി പോവാൻ അത് കാരണമാകും. അയാളെ സാക്ഷിക്ക് പറ്റൂല, അയാളെ നിക്കാഹിന് സാക്ഷിക്ക് പറ്റൂല. ലാ തുഖ്ബലു ഷഹാദത്തുഹു, അയാളെ സാക്ഷിക്ക് പറ്റൂല, അയാൾ സാക്ഷിക്ക് പറ്റൂല. വൈകുന്നേരവും രാവിലെയോ നടക്കുന്ന നിക്കാഹിന് വേഗം പോയിട്ടാവോ പുസ്തകത്തിൽ മഷി പേനക്ക് ഉണ്ട് എന്ന് ചോദിച്ചിട്ട് ഇടണ്ട, പുറത്ത് കാപ്പിയും സമൂസയും അണ്ടിപ്പരിപ്പല്ലുണ്ട്, വേഗം കുടിക്കാൻ വിടുക. ഇതാ പറയുന്ന വലാ യൻഅഖിദു നിക്കാഹു ബിശഹാദതിഹിം ഇൻദ അക്സരിൽ അഇമ്മ വലൗ കാനു അൽഫൻ. അങ്ങനത്തെ 1000 ആൾ അതിൽ ഒപ്പിട്ടാലും ആ നിക്കാഹ് ശരിയാകൂല എന്ന ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയണത്. ഇതിപ്പം നിക്കാഹിന്റെ മസല ചർച്ച ചെയ്യാനല്ല ഞാനിത് പറഞ്ഞത്. പിന്നെന്തിനാ? നിസ്കാരം എന്നുള്ളത് 7 വയസ്സ് മുതൽ കുട്ടികളെ നിർബന്ധ ബുദ്ധിയാ നമ്മൾ പഠിപ്പിക്കണം, അവനെ തർബിയത്ത് കൊടുക്കണം. അത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പോരാ. ഇനി നമ്മൾ തന്നെയും നിസ്കാരത്തിന്റെ വിഷയത്തിൽ നല്ല ഗൗരവമുള്ളവരാവണം. വഅലം, അറിയണം, അന്ന ഇഖ്റാജ സ്വലാത്തി ഔ ബഅദിഹാ അനിൽ വഖ്തി, നിസ്കാരം അതിന്റെ 2 റക്അത്തോ 1 റക്അത്തോ ഇനി ഫുള്ളോ സമയത്തിൽ നിന്നും വിട്ടുകൊണ്ട് സമയത്തിന് ശേഷമാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ ഹറാമുൻ, അത് പച്ച ഹറാമാണ്. സവാഉൻ കാന ഇഖ്റാജുഹാ ലിസഖീൻ, അയാൾ പറമ്പത്ത് പോയിട്ടാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ന്യായമൊക്കൂല. ഔ ഗർസിൻ, അല്ലെങ്കിൽ കൃഷിക്കാണ്, അല്ലെങ്കിൽ ചെടിക്ക് വെള്ളം നനക്കാനാണ്, ഔ തിജാറത്തിൻ, ബിസിനസ്സാണ്, ഷോപ്പ് പൂട്ടാൻ കുറച്ച് വൈകിയിട്ടുണ്ട്, ഔ മൗത്തി ഔലാദിൻ, അല്ലെങ്കിൽ മക്കൾ മരിച്ചിട്ടാണ്, ആ ഉർസിൻ, അല്ലെങ്കിൽ വെഡ്ഡിങ് പ്രോഗ്രാമാണ്, കല്യാണമാണ്, ചെക്കൻ്റെ വീട്ടിൽ പോയാൽ അവിടെ സൗകര്യമില്ലായിരുന്നു, ഔ നജാസത്തി സൗബിൻ ഔ ഗൈരിഹ, അല്ലെങ്കിൽ വസ്ത്രത്തിൽ നജസായിരുന്നു, ട്രെയിനിൽ വരുമ്പോൾ ഒറ്റ ഡ്രസ്സേ ഉള്ളൂ, കരുതിയിട്ടില്ല, അപ്പുറത്തെ കുട്ടി ഛർദ്ദിച്ചിട്ടുണ്ട്, അതിനൊക്കെ വേറെ വകുപ്പുകളുണ്ട്. നിസ്കാരം നിസ്കാരമാണ്, ഇത് ഒരു നിലക്കും നമ്മൾ വീഴ്ച വരുത്തരുതെന്ന് വലിയ മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതി വെച്ച ഈ ഗ്രന്ഥത്തിൽ കാണാം. നിസ്കാരം വളരെ സിമ്പിളായി കാണുകയും, എന്ന് പറഞ്ഞാൽ നിസ്കാരം ഒഴിവാക്കിയാലൊന്നും പ്രശ്നമില്ല എന്ന് വിചാരിച്ച് കുറേ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ആഖിറത്തിൽ വലിയ കുടുക്കിൽപ്പെടും. ഈ കിതാബിൽ പറയുന്നുണ്ട്, ഇനി കുറേ സ്വതക്ക ചെയ്തെന്ന് വിചാരിച്ചു. ഒരു ഉപ്പ നിസ്കാരം കളാക്കിയിട്ട് മരിച്ചു, കുറേ സ്വതക്ക ചെയ്തു, ഒരു പോത്തിനെ എന്നെ അറുത്തിട്ട് കൊടുത്തു, 70,000 തഹ്ലീലില്ലേ, എന്നാ ആ നിസ്കാരത്തിന് പകരാവോ? ഇല്ല. നിസ്കാരം നിസ്കാരമാണ് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.